നിങ്ങളുടെ കയ്യിൽ ധനമുണ്ടോ? ഒരുപാട് ധനമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഇരിക്കേണ്ടതാണെന്ന് ആ വിധാതാവിനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് തന്നത്. അതിനെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനും കാരണം ഉണ്ടാവും. ആരുടെയൊക്കെ കയ്യിൽ അത് ഭദ്രമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏൽപ്പിച്ചിരിക്കുക. ഓരോരോ ബാങ്കിൽ ഇങ്ങനെ ഇടുന്നില്ലേ, കൊണ്ടുപോയിട്ട് അതുപോലെ ഏൽപ്പിച്ചിരിക്കുക. നമ്മളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഫലകാമനയില്ലാതെ എന്ന് പറയുമ്പം ഒരു ദാരിദ്ര്യവാസിയായിട്ടുള്ള ഒരു ജീവിതം എന്നൊക്കെ ആളുകൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. രാജാവെങ്കിൽ രാജാവ്, ദരിദ്രനെങ്കിൽ ദരിദ്രൻ. യാചകനാണെങ്കിലും രാജാവായിരിക്കണം എന്ന് പറയാം. ബുദ്ധനെ പിന്മാറ്റാൻ വേണ്ടി ഏറിയ ശ്രമം നടത്തുന്നുണ്ട്. അത് ബുദ്ധനെ പോലെ ഒരു ഉറപ്പുണ്ടായിരിക്കണം. സിദ്ധാർത്ഥ രാജകുമാരൻ ഒരു രാജ്യത്തിൽ നിന്ന് തന്റെ രാജ്യത്ത് ഏതായാലും നിൽക്കണ്ടെന്ന് കരുതി താൻ അടുത്ത രാജ്യത്തിലേക്ക് കടന്നു. അപ്പൊ ഈ യാചകന്മാരിൽ ഇങ്ങനെ ഒരാളെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. ബുദ്ധൻ സിദ്ധാർത്ഥൻ നടക്കുമ്പോൾ തന്നെ അതൊരു രാജാവ് പോകുന്നത് പോലെയാണ്. ആളുകൾക്ക് ഭിക്ഷ കൊടുക്കാൻ തന്നെ പേടിയാണ്. ഇങ്ങനെയൊരു കുമാരൻ. അവസാനം മറ്റ് രാജാക്കന്മാർക്ക് തോന്നി ഇവനെ ഒന്ന് ഗുണദോഷിച്ചാൽ ശരിയാവുന്നു. ഒരു രാജാവ് വിളിച്ചു, മോനെ, നിന്റെ പ്രായത്തിൽ എനിക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അത് പ്രായത്തിന്റെ ഒരു തള്ളിച്ചയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോണം. അച്ഛനുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം അച്ഛനോട്. എന്റെ നല്ല സുഹൃത്താണ് അച്ഛൻ, അതുകൊണ്ട് കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കും. ബിംബിസാരനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. നിങ്ങൾ തമ്മിലൊന്ന് ബുദ്ധൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാം. അങ്ങനെയല്ല, പലതും പറഞ്ഞു നോക്കിയെന്നാ. അതായത് അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ആ രാജാവിന്. ബുദ്ധന് ബുദ്ധന്റേതായിട്ടുള്ളതുണ്ട്. എന്തിന് ഇദ്ദേഹം പറഞ്ഞു, എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കാം, അത്ര വരെ പറഞ്ഞു. എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം, നീ എന്റെ രാജ്യത്ത് രാജാവായിട്ട് കഴിയൂ. ബുദ്ധൻ പറഞ്ഞു, യശോദരയേക്കാൾ വലിയൊരു സുന്ദരിയെ ഞാൻ കാണുന്നില്ല എന്ന് പറയാം. സൗന്ദര്യത്തിന്റെ മൂർത്തിയാണ് അവള്. അവളെ വിട്ട് വേറൊരു സ്ത്രീയെ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് ബുദ്ധൻ ഇത്രയും പറഞ്ഞു, മഹാരാജൻ, അങ്ങ് പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഈ വഴികളിലൊക്കെ നടന്നു മതിയായതാ എനിക്ക്. ബുദ്ധൻ അവിടെ പറയുന്നു, ഈ കഠോപനിഷത്തിലെ ബുദ്ധന്റെ ഈ ചരിതം വായിക്കുമ്പോൾ കഠോപനിഷത്തിലെ നചികേതസിനെയാണ് ഓർമ്മ വരിക. നചികേതസ് യമൻ നചികേതസിന് ചിലതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതാ ഈ കുതിരകളെ തരാം, ആനയെ തരാം, പശുവിനെ തരാം, മക്കളുടെ കൂടെ ഇരുന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കഴിയൂ. ഈ ഭൂമിയുടെ മഹത്തായ ഭൂമിയുടെ മുഴുവൻ സൗഭാഗ്യങ്ങളും ഞാൻ തരാം. എപ്പോഴാണോ നിനക്ക് തോന്നേണ്ടത് അപ്പം മരിച്ചാൽ മതി. അവസാനം ഇതൊക്കെ കേട്ട് നചികേതസ് പറഞ്ഞു, ഇതൊക്കെ അവിടെ വെച്ചോളാം, നിന്റെ കയ്യിലിരിക്കട്ടെ നിന്റെ പാട്ടും കൂത്തും എല്ലാം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു വന്ന് എനിക്ക് മതിയായി എന്ന് പറയാം. ഞാൻ നടന്ന് മതിയായതാ, ഈ വഴികളിലൂടെയൊക്കെ ഞാൻ പോയതാണ്. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, ഞാൻ എത്രയോ ജന്മങ്ങളെ കൊണ്ട് ഞാൻ ഈ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാർഗം തികച്ചും വ്യത്യസ്തമാണ് എന്ന് പറയാം. ആ ഒരു ഉറപ്പ് വരാനുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഈ അയഥാർത്ഥ്യവുമായിട്ട് താതാത്മ്യം പ്രാപിക്കരുത്. ഫലസംഘം ഉപേക്ഷിക്കുക എന്നുള്ളത് പലപ്പോഴും ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താ, ഇത് ധനികന് പറ്റാത്ത ഒന്നാണ്. ദാരിദ്ര്യം വന്ന് മൂത്തിരിക്കുന്ന സമയത്ത് ഒരൊറ്റ ഉപായം, എന്ത്, ഫലസംഘം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എടോ, അങ്ങനെയല്ല ഇത്. അങ്ങനെ വിചാരിച്ചേക്കരുത്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ശരി എന്നാ ഇതിരിക്കട്ടെ, ഗീതയിൽ ഇത്തരത്തിലുള്ള ചില ശ്ലോകങ്ങളൊക്കെ തന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതാണെന്നുള്ളൊരു ധാരണ, അതൊക്കെ എന്താ പറയാ, അതൊക്കെ യാഥാർത്ഥ്യം തന്നെ. നമ്മളെ കബളിപ്പിക്കില്ല. അറിവിലാണ് ഈ ഉപേക്ഷ ഉണ്ടാകുന്നത്, അറിവിൽ തന്നെ. ആ അറിവുണ്ടായി കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏത് പദാർത്ഥങ്ങളെ വിനിമയം ചെയ്യുന്നതിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നോട്ടിന്റെ കെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തലേണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങാം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ, വല്ലവന്റെയും കട്ടത് കൊണ്ടുവന്ന് വെച്ചതാണ് ഈ പ്രശ്നമാണ്. നിങ്ങൾക്ക് ആ ധനം വിനിമയം ചെയ്യാൻ അറിയും എങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. നിങ്ങൾക്കത് നാളെ ഇതൊന്നുമില്ലാതെ ഇരിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അത് ഉള്ള സമയത്ത് തന്നെ ഉറപ്പിച്ചേക്കണം. ആനപ്പുറത്തും ഞാൻ പോവും, അതുപോലെ
എന്താ പറയാ, കഴുതയുടെ പുറത്തും പോകുമെന്ന് പറയാം. കഴുതയില്ലേ, ഒന്നുമില്ല, ഞാൻ തന്നെ തനിയെ നടന്നു പോകും റോട്ടിലൂടെ. ഇതേ സിറ്റിയിൽ നമുക്കതുണ്ടേ. ഈ സിറ്റിയിൽ ഞാൻ കുറച്ച് പേരൊക്കെ എടുത്ത് നിൽക്കും. ഇപ്പൊ ആകെ പൊളിഞ്ഞു പാപ്പര, ഇനിയിപ്പോ പുറത്തിറങ്ങാൻ വയ്യ. ഇനി ഒരു കാര്യം ചെയ്യാം, വേറെ വല്ല വയനാട്ടിലാറ്റം പോയിട്ട് 1 ഏക്കർ സ്ഥലം എടുത്തിട്ട് വല്ല കാട്ടിയാദിക്കാരുടെ കൂടെ കഴിയാം. ഇവിടെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇവിടെ തന്നെ. ഞാനങ്ങനെ കച്ചവടമൊക്കെ നടത്തി പറപ്പിച്ച ഒരാളാണെങ്കിൽ അതേ ഞാൻ തന്നെയാണ് ഇതാ തെരുവിലൂടെ വരുന്നത്. സിദ്ധാർത്ഥനെ ഓർത്തുകൊള്ളുക. അപ്പോഴും ഞാൻ രാജാവ് തന്നെയായിരിക്കണം. അതാണല്ലോ ബുദ്ധനോട് പറഞ്ഞത്. 2 സാധ്യതകളുണ്ട്, രണ്ടും രാജാവ് തന്നെയാണ്. ഒന്നുകിൽ ഭിക്ഷുക്കളുടെ രാജാവ്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ രാജാവ്. ബുദ്ധൻ അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയാം. ഭിക്ഷുക്കളിലും രാജാവ് തന്നെയായിരുന്നു. രാജവും കി രാജ എന്ന് പറയാം. നമ്മളും അങ്ങനെയായിരിക്കും. പൊളിഞ്ഞ് പാപ്പരായതാണെങ്കിൽ അതിലും ഒരു രാജാവ്. അതല്ല, അല്ലാത്ത നിലയ്ക്കാണെങ്കിൽ അതിലും അതെ. ഓർത്തു വയ്ക്കുക, അഫലകാംക്ഷിഭിഹി, ഫലം ഇച്ഛിക്കാത്തവരായി എന്ന് പറയുമ്പം ഇതിലേതെങ്കിലുമായിട്ട് താതാത്മ്യം പിടിക്കാത്തവരായി. നമുക്ക് ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകളൊന്നും ശരിയായിക്കൊള്ളുന്നില്ല. എല്ലാം പൊളിഞ്ഞു പാപ്പരാവും. പലതും, നാളികേരത്തിന്റെ വില കൂടാം കുറയാം, റബ്ബറിന്റെ വില കൂടാം കുറയാം, പല ഉത്പന്നങ്ങളും പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു മാസം ട്രക്ക് സമരത്തിലാണെങ്കിൽ, ലോറി സമരം വന്ന കേരളത്തിന്റെ മൊത്തം സ്ഥിതി തകിടം മറിയും അല്ലേ? പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫലകാംക്ഷിഭിഹി അഫലകാംക്ഷിഭിഹി, ഫലം ഇച്ഛിക്കാത്തവരായി, യുക്തൈഹി യുക്തന്മാർ, യോഗികളായിട്ടുള്ള നരൈഹി നരന്മാരാൽ, പരയാ എന്ന് പറഞ്ഞാൽ മുഖ്യമായ ദേശവസ്തു കാല പരിമിതികളൊന്നും ഇല്ലാത്തതായിട്ടുള്ള, പരയാ ശ്രദ്ധയ, അത്യധികം ശ്രദ്ധയോടുകൂടിയിട്ടുള്ള, പരയാന്നുള്ളത് ഇവിടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശേഷണമാണ്. പരയാ ശ്രദ്ധയ, തപ്തം തപിക്കപ്പെട്ടതായ, തത് ത്രിവിധം തപഃ, ആ 3 വിധത്തിലുള്ള തപസ്സിനെ കുറിച്ച്, ആ തപസ് സാത്വികം പരിചക്ഷതേ, സാത്വികമെന്ന് പറയുന്നു. സാത്വികമായിട്ടുള്ള തപസ്സാണ് അവരനുഷ്ഠിക്കുന്നത് എന്ന് പറയും. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സാത്വികമായിട്ടുള്ള തപസ് അല്ലെങ്കിൽ ആ ശ്രദ്ധ, അതിനെ നമുക്ക് സംഗ്രഹിച്ച് അവതരിപ്പിക്കാം. നേരത്തെ പറഞ്ഞ കഥ തന്നെ. അതായത് എന്റെ നിധി എന്റെ ഉള്ളിലാണ്. അത് ഒരു തരത്തിലും നഷ്ടപ്പെടുന്നതല്ല. ഒരു ബിസിനസ്സിലും പോവില്ല. അത് ഒരു കള്ളനും കൊണ്ടുപോകാൻ പറ്റില്ല. വേൾഡ് മാർക്കറ്റിൽ ഏതിന് കൂടിയാലും കുറഞ്ഞാലും അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവില്ല. അതെന്താ? ഞാൻ തന്നെയാണ് എന്ന് പറയാം. ആ എന്നെ ഞാൻ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാം. ഒരു വ്യാപാരത്തിലും ഒരു ഇടപാടിലും അത് ഓർമ്മയിരിക്കട്ടെ. തുടർന്ന് പറയുന്നു, സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ച ഏവ യത് ക്രിയതേ തത് ഇഹ പ്രോക്തം രാജസം ഛലം അധ്രുവം. സത്കാരമാന പൂജാർത്ഥം, സത്കാരം, ഓരോരുത്തരെ സൽക്കരിക്കുക, മാനം, ഞാൻ വലിയവൻ എന്ന അഭിമാനം, അഹങ്കാരം, പൂജ, ഇവയ്ക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരെ ഓരോന്നിനിങ്ങനെ വിളിക്കും. ഇതിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒപ്പം അതിന്റെ ഒരു നെഗറ്റീവ് കാണരുത്. ഇതിലൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ പിറന്നാള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം, ആ വിശേഷ ദിവസം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. മോശമെന്ന് സ്വാമി ഒരിക്കലും പറയില്ല, നല്ലതാണത്. നമ്മളെ ആ സുഹൃത്ത് ബന്ധത്തെ അത് നന്നാക്കി വെക്കാൻ അത് നല്ലതാണ്, ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് അത് മോശമെന്നല്ല. പക്ഷേ നിങ്ങളത് ചെയ്യുമ്പം കടവും വലിയും മേടിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്. മറ്റൊരുവൻ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ എങ്ങനെയാ ചെയ്യാതിരിക്കുക? അയ്യോ, അവന്റെ മോളുടെ പാർട്ടിക്ക് ഞാൻ പോയല്ലോ, എന്റെ പാർട്ടിക്ക്, അപ്പൊ മോളുടെ പാർട്ടിക്ക് അവനെ വിളിക്കണ്ടേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആ പ്ലാസ്റ്റിക് കാർഡുമായിട്ട് പോയിട്ട് എല്ലാം മേടിക്കുക. അപ്പൊ ആ കാർഡിനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഓരോന്നും ചെയ്യാൻ നിൽക്കരുത്.
അത് വേറെ ഉള്ള നിലയ്ക്ക് നമ്മൾ എന്താ ഇപ്പൊ പറയുമല്ലോ നാടൻ ഭാഷയിൽ എന്താ നാളികേരം ഉടച്ചാൽ ചിരട്ടെങ്കിലും ഉടയ്ക്കണമെന്ന്. ആ മട്ടില് ഒരു ഗോതമ്പ് പായസം, ഒരു 2 കിലോ ശർക്കര ഇട്ട് ഒരു നീട്ടി വലിച്ച് ഒരു ഗോതമ്പ് പായസം വിളിക്കുക, എല്ലാവർക്കും കൊടുക്കുക. ചടങ്ങാണ് പ്രധാനം, അല്ലാതെ അതിലെ വിഭവങ്ങളല്ല പ്രധാനം. അത് എവിടെ നടത്തണോ, എങ്ങനെ, എന്ത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇത് 2 വിധത്തിലുണ്ട്. എങ്ങനെയൊക്കെയാണ് സത്കാരം ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാ? എല്ലാവരെയും ഒന്ന് ശരിയാക്കാൻ. അതിൽ വന്നു പോകുന്നവർക്ക് തന്നെ വിഷമമുണ്ടാവും. കാരണം നിങ്ങൾക്ക് തപസ് ചെയ്ത പറ്റില്ല ആദ്യം ഒരു പാർട്ടി നടത്താൻ എന്ന മട്ടില് ചെയ്ത് കളയും. പോകുന്ന സമയത്ത് ഒരു വലിയ കവറിൽ തന്നെ കുറെ സാധനങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അത് ഇപ്പൊ ഒരു ശേഷിയുള്ള ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അവർക്ക് അതിന്റെ പിറകില് യാതൊരു അഹങ്കാരമോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. വളരെ സന്തോഷമായിട്ട് എത്ര കൊടുത്താലും പോരാ എന്ന മട്ടിലും ആവാം. അങ്ങനെയുണ്ടല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എത്ര തന്നാലും പോരാ, തരാൻ ഭഗവാൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതാ തരുന്നു. അത് വേറെ അങ്ങനെയുണ്ട്. ഇതൊന്നും അല്ലാത്തതുണ്ട്. അത് നമുക്കേ തിരിച്ചറിയുള്ളൂ എന്തിനു വേണ്ടിയാ ഞാനിത് നടത്തുന്നതെന്ന്. അത് ആരാണോ നടത്തുന്നത് അവർക്ക് മാത്രം അറിയാം അതിന്റെ ഉദ്ദേശം എന്താണ്. അല്ലാതെ എല്ലാറ്റിനെയും സ്വാമി അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ഒന്നുമല്ല. നമ്മുടെ ഉദ്ദേശം തന്നെ എന്താണ്? ശരി, കഴിഞ്ഞ മാസം അവരൊന്ന് നടത്തിയിട്ടുണ്ട്, എന്നാൽ ഈ മാസം നമ്മളും നടത്തും. നടത്തിയിട്ട് തന്നെ കാര്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ മുഴുവൻ ബൾബിടാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ആ ഒരു ഇതുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ദമ്പേന ഏവ. അതിലെന്തുണ്ട്? ദമ്പേന ഏവ, വമ്പ് കാണിക്കുകയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ യത് തപഹ, യാതൊരു തപസ് ക്രിയതയെ ചെയ്യുന്നുവോ തത് രാജസം പ്രോക്തം, അതിനെ രാജസം എന്ന് പറയും. രാജസം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അങ്ങനെ കാണിക്കണം എന്ന് പറയാം. തത് ഇഹ അധ്രുവം ചലം, അത് ഇവിടെ ഈ ലോകത്ത് അധ്രുവം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ലാത്തതാ. അതിന് നിലനിൽപ്പില്ല, ശാശ്വതമല്ല എന്ന് പറയാം. അതാണ് ഈ രാജസൂയം. ഈ ധർമ്മപുത്രാദികള് യുദ്ധാനന്തരം ചെയ്ത രാജസൂയത്തിൽ പങ്കെടുക്കുന്ന ഒരു കീരിയുടെ കഥയുണ്ടല്ലോ. കീരി വന്ന് പണ്ട് ഒരു ദരിദ്രൻ, ഒരു ബ്രാഹ്മണൻ, ഒരു കർഷകൻ സത്കാരം ചെയ്യുന്നുണ്ട്, പൂജ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ കീരി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടത്തെ എച്ചില് കീരി അതിലൂടെ എഴഞ്ഞിട്ട് അവിടെ ഒന്ന് കുടഞ്ഞ സമയത്ത് സ്വർണ്ണ നാണയങ്ങൾ വീണു. അതേ കീരി തന്നെയാണ് ധർമ്മപുത്രരുടെ അടുത്ത് എത്തുന്നത്. എന്നിട്ട് ആ ധർമ്മപുത്രരോട് പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ വളരെ കേമായിട്ടുള്ള ഒന്നാണ്, നിങ്ങളൊന്നും എവിടെയും എത്തിയില്ല എന്ന് പറയുന്നു. വളരെ ആലോചനാമൃതമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ദമ്പം കൊണ്ടാണ് അവരത് ചെയ്തത് എന്ന് പറയാം. എല്ലാവരെയും ഒന്ന് കാണിച്ചു കളയാം എന്ന്. അങ്ങനെ ആവരുത് ഒരിക്കലും. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നടത്താൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ഇത് മാത്രമായിരിക്കണം. എല്ലാവരുടെയും ആ ഒരു സ്നേഹം, ആ പരസ്പര ധാരണ, അതിനെ ഉറപ്പിക്കാനും ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം. നിങ്ങൾ ഞങ്ങളെ ആശീർവദിക്കണം. നിങ്ങളുടെ ആശീർവാദം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എടോ, നീയൊന്നും വന്നിട്ടില്ലെങ്കിലും കാര്യം നടക്കും. പിന്നെ വന്ന് ഞണ്ണി പൊയ്ക്കോ, ഇതാണ് ഭാവം. അത് ശരിയല്ല എന്ന് പറയും. അത് വേണ്ട, അത് നല്ലതല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, അടുത്ത ശ്ലോകം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. താമസിക്കനും ചെയ്യും ഓരോന്നും. അവനെന്താ ചെയ്യുന്നത്? അവനെ കുറിച്ച് ഭഗവാന് പറയാനുള്ളത് മൂഢൻ എന്നാണ്. മൂഢഗ്രാഹേണ ആത്മനഃ യത് പീഡയാ ക്രിയത്തെ തപഃ പരസ്യ ഉത്സാധനാർത്ഥം വാ തത്താമസം ഉദാഹൃതം. മൂഢഗ്രാഹേണ ആത്മനഃ പീഡയാ പരസ്യ ഉത്സാധനാർത്ഥം. മൂഢവിശ്വാസം കൊണ്ട്, അതായത് പലരും ചെയ്യുന്നു, എന്നാ ശരി നമ്മുടെ വീട്ടിലൊന്ന് ചെയ്യാം, എന്തിനാ എന്നൊന്നുമില്ല, അത് എന്തിനെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആരുടെയും ബർത്ത്ഡേ, അതിപ്പോ എങ്ങനെയാ ആളുകളൊന്നും അറിയില്ലല്ലോ. പറഞ്ഞേക്ക് ബർത്ത്ഡേ ആണ്, എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു വിളിക്കൂ ആളുകളെ.
ഇനി അവിടെ തന്നെ വീട്ടിലാരെങ്കിലും വന്നാൽ തന്നെ സംശയമാണ്, ഇവരെന്തിനാ വന്നത്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഈ താമസന്മാരുടെ ഒരു ലക്ഷണം ശ്രുതിയിൽ പറയുന്നത് സംശയാലുക്കൾ എന്നാണ്. ഇപ്പൊ അവരുടെ ഭാര്യയെ നോക്കി ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടനെ ഭാര്യയെ നോക്കും, അയാളെയും നോക്കും, ഇങ്ങനെ നോക്കും. എന്താ ഇവരെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ തമ്മിൽ മുമ്പേ അറിയോ? അല്ല, അവർ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോ നീ ഇരിക്കുന്നതിന്റെ നേരെ മുൻപിൽ അയാൾ ഇരിക്കുന്നത് എവിടെയാ, പിന്നെ അയാൾക്ക് അവിടെ ഒന്ന് പോണമെന്നായി. അങ്ങനെയൊക്കെ ഉണ്ട് കുറെ. അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും അതൊന്നും അത്ര വലിയ നല്ലതൊന്നുമല്ല എന്ന് പറയാം. അതൊക്കെ ഇന്ന് സമൂഹത്തിൽ കൂടിയിരിക്കുകയാണ്. പേടിയാണ്, ഭയം, സംശയം. അപ്പൊ ഇവർക്ക് വീട്ടിലേക്ക് ഇവർ വിളിക്കും, കുട്ടികളുടെ പിറന്നാളിനൊക്കെ വിളിക്കും. എന്നിട്ട് അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നോക്കും, ഓരോരുത്തരും എന്താ പറയണത്, എന്താ എന്താ എന്താ. പിന്നെ അവര് തമ്മിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചാൽ അത് തന്നെ കുറിച്ച് എന്തോ പറഞ്ഞതാണ്, താൻ ഇവരുടെ ആ സ്റ്റാറ്റസിന് പോകുന്നവനല്ല എന്നാ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണാടിയിൽ പോയി നോക്കും, ഇടയ്ക്ക് ഇവർ ഷർട്ടൊക്കെ മാറ്റി വരുന്നു പറയാം. ഇനി അതിന്റെ കുഴപ്പമാണോ എന്ന് കരുതിയിട്ട് അങ്ങനെ പല മൂഢമായ സങ്കല്പങ്ങളുമുണ്ട്. വിളിച്ചുവല്ലോ, അവസാനം അവർ വിചാരിക്കും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. അവരുടെ പാർട്ടി അങ്ങനെ അത്തരത്തിലാണ് ആവുക അവസാനം. മൂഢഗ്രാഹേണ ആത്മനഃ പീഡയ പരസ്യ ഉത്സാധനാർത്ഥം, അന്യന്റെ നാശത്തിനായിട്ട്. അങ്ങനെയുണ്ട്. അന്യന്റെ നാശത്തിനായിട്ടാണ് അവർ തപസ് ചെയ്യുന്നത്. മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. അവരെന്ത് ചെയ്താലും, അവരൊരു പാർട്ടി നടത്തിയാലും അവരൊരു പൂജ നടത്തിയാലും എല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവനും ഇല്ല ക്ഷേമം, മറ്റുള്ളവർക്കും ക്ഷേമമില്ല. എല്ലാവർക്കും അവർക്ക് കടയിൽ ആരുടെ കടയിൽ നിന്നാണോ സാധനം മേടിച്ച് അയാളുമായിട്ട് അടി ഉണ്ടാവും. പിന്നെ എല്ലായിടത്തും അടിയായിരിക്കുന്നു പറയാം. ക്രിയതേ, അങ്ങനെയുള്ള തപസ്സിനെ താമസം ഇതി ഉദാഹൃതം. താമസം എന്ന് പറയുന്നു അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള തപസ്സാണ്, അജ്ഞാനത്തിൽ നിന്ന് ജന്യമാണ്. അതുകൊണ്ട് അതിനെ താമസം, മറ്റുള്ളവനെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. തുടർന്ന് ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാനത്തെക്കുറിച്ചാണ് അടുത്തത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്. ദാനം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഈ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ദാനമാണ്. ദാതവ്യം ഇതി യത് ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേച്ച പാത്രേച്ച. പാത്രേച്ച എന്ന് പറഞ്ഞാൽ പാത്രം കൊണ്ട് കൊടുക്കണം എന്നല്ലേ? പാത്രേച്ച തദ്ദാനം സാത്വികം സ്മൃതം. അങ്ങനെ ഒരാൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പാത്രം കൊടുക്കുന്നതൊക്കെ സാത്വികമാണ്, സാത്വികമായിട്ടുള്ള ദാനം. അങ്ങനെയല്ല. ദാതവ്യം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യപ്പെടേണ്ടതാണ്. ദാതവ്യം കൊടുക്കേണ്ടതാണ്. ഇത് എന്ന് കരുതിയിട്ട് അനുപകാരിണേ, ഉപകാരിയല്ലാത്തവന്. ഇതാർക്കാണ്? ഉപകാരിയല്ലാത്തവന് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നാണ്. ഉപകാരിയല്ലാത്തവന് ദേശത്തിൽ, കാലേ കാലത്തിൽ, പാത്രത്തിൽ. പാത്രം എന്ന് പറഞ്ഞാൽ എവിടെയാണോ നിക്ഷേപിക്കുന്നത് അവിടെ. യത് ദാനം ദീയതേ, യാതൊരു ദാനം കൊടുക്കപ്പെടുന്നുവോ തദ്ദാനം, ആ ദാനം സാത്വികം സ്മൃതം. അതവർ ദേശം നോക്കും, കാലം നോക്കും, പാത്രം നോക്കും. അപ്പൊ നമ്മൾ ആർക്കാണ് എന്താണ് കൊടുക്കുന്നത്, ഏത് കാലത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ 1 രൂപയാണെങ്കിലും അതെവിടേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ദാതവ്യം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യപ്പെടേണ്ടതാണ്. ദാതവ്യം കൊടുക്കേണ്ടതാണ്. ഇത് എന്ന് കരുതിയിട്ട് അനുപകാരിണേ, ഉപകാരിയല്ലാത്തവന്. ഇതാർക്കാണ്? ഉപകാരിയല്ലാത്തവന് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നാ. ഉപകാരിയല്ലാത്തവന് ദേശത്തിൽ, കാലേ കാലത്തിൽ, പാത്രത്തിൽ. പാത്രം എന്ന് പറഞ്ഞാൽ എവിടെയാണോ നിക്ഷേപിക്കുന്നത് അവിടെ.
യത് ദാനം ദീയതേ, യാതൊരു ദാനം കൊടുക്കപ്പെടുന്നുവോ തദ്ദാനം, ആ ദാനം സാത്വികം സ്മൃതം. അതവര് ദേശം നോക്കും, കാലം നോക്കും, പാത്രം നോക്കും. അപ്പൊ നമ്മൾ ആർക്കാണ് എന്താണ് കൊടുക്കുന്നത്, ഏത് കാലത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ 1 രൂപയാണെങ്കിലും അതെവിടേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതായാലും ശരി, ഏത് പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതായാലും എന്താണത്, അതുകൊണ്ട് എന്താ നടക്കുന്നത് അറിയണം. നമ്മൾ ഈ ദേശവും കാലവും പാത്രവും നോക്കാറില്ല എന്ന് പറയും. നമ്മൾ പേടിച്ചിട്ടാ പലതും കൊടുക്കുന്നത്, അല്ലേ? രാഷ്ട്രീയക്കാരൊക്കെ വീട്ടിൽ വരുന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? സന്തോഷമായിട്ടാ? അല്ല, പേടി കൊണ്ടാ. വെറുതെ ഇനി നാളെ ഇവന്മാരുടെ മുഖത്ത് നോക്കണം, എന്തൊക്കെയാ ഇവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബന്ധപ്പെട്ടതാണ്. കാരണം ഇവരൊക്കെ കയറിക്കഴിഞ്ഞാൽ എന്നെ എങ്ങോട്ട് വേണമെങ്കിൽ തട്ടും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ഒരു ഇന്നത്തെ നിലയിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾ പഠിക്കുന്നു, അതിന്റെയൊക്കെ ഒരു ഇതിലൊക്കെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇപ്പം ഇവര് വന്നിട്ട് അത്ര ഇതൊന്നും പോരാ, എത്ര വേണം, അത്രയൊന്നും ഇല്ല തരാൻ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ല കിമ്പളം കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ അത് മേടിക്കുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നെ എങ്ങനെയൊക്കെ കൊടുക്കണം, ഇങ്ങനെ മേടിക്കേണ്ടി വരും. സാമാന്യ ശമ്പളത്തിൽ നിന്നൊന്നും ഇങ്ങനെ എടുത്തു കൊടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ പീഡിപ്പിച്ച് ഗുണ്ടായുസം. ഈ ഉത്സവ പിരിവുകൾ പോലും അങ്ങനെ കാണാറുണ്ട്. റോഡിലൊക്കെ വണ്ടി നിർത്താൻ വേണ്ടി നിർത്തും, എന്നിട്ട് പിരിവ്. എന്തിനാ? ഈ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആരുടെയോ മിമിക്സ് ഉണ്ട്, ഗാനമേളയുണ്ട്. അങ്ങനെയുള്ള നോട്ടീസുമായിട്ട് വരുന്ന ക്ഷേത്ര പരിപാടിക്ക് 1 പൈസ കൊടുക്കരുത്. ആര് പറഞ്ഞു വെച്ചാൽ സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞു. 10 പൈസ നിങ്ങൾ കൊടുക്കരുത്. അതൊക്കെ ക്ഷേത്ര സംസ്കാരത്തെ ഇല്ലാതെയാക്കുന്നതാണ്. പേരിന് അതിന്റെ ഇടയിൽ കാണാം ഒരു മതപ്രഭാഷണം. നമ്മള് തിരുവനന്തപുരത്ത് തന്നെ, തിരുവനന്തപുരത്താണോ അതോ കോട്ടയത്തോ എവിടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോയി. പണ്ടൊക്കെ ആര് വിളിച്ചാലും പോവായിരുന്നു നോക്കാതെ. പോയിട്ട് ഇത് പറയാന്നുള്ളൊരു ധാരണയില്ല. അവരുണ്ട് അനൗൺസ് ചെയ്തു, ഇത് ആധ്യാത്മിക പ്രഭാഷണം കഴിഞ്ഞ ഉടനെ മിമിക്സ് ഉണ്ടായിരിക്കുന്നതാണ്. അതെ, നമ്മൾ ചെന്നിട്ട് പിന്നെ 2 മിനിറ്റ് കൊണ്ട് കാര്യം തീർത്തു. കാരണം അവര് സ്വാമി ഇപ്പൊ എന്തോ ഒരു മിമിക്രി അവതരിപ്പിക്കും എന്ന മട്ടിലാണ്. അത് സ്വാമിക്ക് അറിയാലോ അല്ലേ? അതെ, എന്ന മട്ടിലാണ് അവരവിടെ നിന്നത്. അപ്പൊ അതെന്തിനാണ് അത്ര? പിരിവിന് പോകുന്നവർ പറയും, അതെ, ചില വീട്ടിലുള്ളവര്, ഈ പ്രായമായിട്ടുള്ള ആൾക്കാര്, അവരിങ്ങനെ നോക്കും, ആധ്യാത്മികതയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒന്നും തരില്ല എന്ന്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആധ്യാത്മിക പ്രഭാഷണം. അത് പിരിവ് കിട്ടാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഇതിന്റെ ഇടയിലുള്ള ആധ്യാത്മികതയ്ക്ക് നിങ്ങൾ കൊടുക്കരുത്. ഏതെങ്കിലും ഒരാളെ അവർ എവിടുന്നെങ്കിലും പിടിച്ചു കൊണ്ടുവരും. ക്ഷേത്ര സംസ്കാരത്തെ നിലനിർത്തുന്ന വല്ല അത്തരത്തിലുള്ള ക്ഷേത്ര കലകള്, കളമെഴുത്തുപാട്ട്, അതൊക്കെ ഇന്ന് എന്താ പറയാ, ഇല്ല എന്ന് പറയാം. അത്തരത്തിലുള്ള കലകളെയൊക്കെ നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ തായമ്പക എത്ര പേര് ആസ്വദിക്കുന്നുണ്ട് എന്ന് സ്വാമിക്ക് അറിയില്ല. പഞ്ചവാദ്യം, തായമ്പക, അതുപോലെ കഥകളി, കൂടിയാട്ടം, ഇല്ലേ, ചാക്യാർകൂത്തുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, അങ്ങനെ ഒരുപാട് കലകളുണ്ട്, ക്ഷേത്ര കലകൾ. ഇതൊക്കെ ഉള്ളിടത്ത് നമ്മൾ പോയി കാണും. എന്ത് സ്വാമി കൂടിയാട്ടം, അല്ലേ? അത് കാണുമ്പോൾ തന്നെ ഉറക്കം വരും. വരുന്നുണ്ടല്ലോ, നല്ലതല്ലേ അത്? ഇതല്ലേ ഇപ്പൊ ഇല്ലാത്തത് ഒരു അല്ലേ? പിന്നെ ഈ ആന പരിപാടിക്കും കൊടുക്കരുത് കഴിയുന്നത്. ആ ജീവിയെ വെറുതെ വിടുക. പക്ഷെ ഈ പാലക്കാടേക്ക് പോയാൽ ആനയുടെ ഫോട്ടോ ആണ് നോട്ടീസിൽ കാണുക. ഇന്നയാള്, 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 ഇന്നയാള്. നമുക്കൊക്കെ അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ കുറച്ച് വിഷമാണ്. കാരണം ആ ജീവിയെ വെറുതെ പീഡിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ധനം കൊടുക്കുന്നത് അതിന്. എന്റെ വക ചോറ്, ഇത് എന്നൊക്കെ പറഞ്ഞിട്ടേ. അതുപോലെ ഗുരുവായൂർ കൊണ്ടുപോയി നടക്കൊന്നും വെക്കാൻ നിൽക്കണ്ട, എല്ലാവരും വെച്ചോട്ടെ.
വെറുതെ ഒരു ജീവിയെ കാട്ടുന്നു. എങ്ങനെയാ ഗുരുവായൂർ നടക്കി വെക്കാൻ ഇതിനെ ആനയെ കിട്ടുന്നതെന്നറിയാം നിങ്ങൾക്ക്? കാട്ടിൽ പോയി പിടിക്കണം. കാട്ടിൽ നിന്ന് പോയി പിടിച്ച് കൊണ്ടുവന്ന് ആ കാട്ടില് ഭഗവാന്റെ ഉദ്യാനത്തില് ഭഗവാന്റെ വീട്ടിൽ കഴിയുന്ന ആ ഒരു ജീവിയെ കുഴിയിലൊക്കെ ഇട്ട് ഇവന്മാരുടെ കുത്തും ചവിട്ടും അതും ഇതുമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് അവിടെ നടയിൽ അങ്ങോട്ട് ഇരുത്തി നമ്മുടെ തലയിൽ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആക്കുമ്പോൾ നമ്മൾ വിചാരിച്ചാവും സമാധാനായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടില് സ്വൈര്യമായി കഴിയുന്ന അതിന്റെ അച്ഛന്റെയും അമ്മയുടെയൊക്കെ കൂടെ അതിന്റെ കൂട്ടുകാരുടെ കൂടെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഈ ടാറിട്ട റോട്ടിലൂടെ ഇവന്മാരുടെ കുത്തും ഈ അവിടത്തെയൊക്കെ ആനപ്പന്തിയൊക്കെ പോയി നോക്കി നോക്കൂ. ഇപ്പൊ അവര് വേണ്ടെന്നാ പറയണ ആനയെ, എന്നാലും ഞങ്ങൾ ചെയ്യുന്ന പറയുന്നു. ഈ ദാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ദേശം കാലം ഇതൊക്കെ നോക്കിയിട്ടാണോ? അല്ല. നമ്മുടെ വിചാരം വളരെ സാത്വികന്ന. ചിലപ്പം ഗുരുവായൂരിൽ ഈ ചൂല് തുലാഭാരം കണ്ടിട്ടുണ്ട്. നല്ലതാ അത്, കാരണം അത് അവിടെ ആവശ്യമുണ്ട് എന്ന് പറയാൻ. ഏതൊക്കെയോ പത്രത്തിൽ ചിലപ്പോ കണ്ടു ഒരാള് 70 കിലോ ചൂല് കൊണ്ട് ഭഗവാന് തുലാഭാരം നടത്തുന്നു. അത് 70 കിലോ ഒന്നും പോരാ അവിടെ എന്ന് പറയാം. കുറെ വൃത്തിയാക്കാനുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അത് വളരെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. അതിലെന്തൊക്കെ വേണം? ദേശം, കാലം, പാത്രം. നിങ്ങളൊരു കല്യാണത്തിന് നിങ്ങളെ ഒരാൾ വിളിച്ചു. അപ്പൊ ആ ഒരു വീട്ടില് അവരുടെ ഒരു ചുറ്റുപാട് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്തായിരിക്കും ആവശ്യമായി വരിക, നിങ്ങളതിനെ അറിയണം. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പം ഈ കാസറോള് വേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനും പറ്റും. അല്ലാണ്ട് ഈ കാസറോൾ ഇങ്ങനെ എന്തിനാ ഈ കാസറോൾ കൊണ്ടു കൊടുക്കണത്? നമുക്കറിയാം അത് കാഴ്ചയ്ക്ക് ഒരു പെട്ടിയിലാക്കാനുണ്ട്. അത് ഇല്ലേ? ഈ ഉള്ളു നോക്കാതെ തന്നെ പുറത്തുനിന്ന് കണ്ടാൽ അറിയാം അത് കാസറോളാണ്. കാരണം അതിന്റെ ഷേപ്പ് കണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴുകന്റെ ചിത്രം ഈ ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെ പോയിട്ട് ഓരോന്ന് മേടിക്കുമല്ലോ. പിന്നെ പൾപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില തലകള്, അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പറയും നന്നായി പാക്ക് ചെയ്തോളാൻ. മിക്കവാറും ആ പാക്കറ്റൊക്കെ തുറക്കുമ്പോഴേക്കും അത് 2 കഷ്ണമായിട്ടുണ്ടാവും. ഒന്നും മേടിച്ചു കൊടുക്കണ്ട. അവരുടെ ഒരു ഇത് നോക്കിയിട്ട് ഏതാണ്, എത്ര ധനികനാണെങ്കിലും എത്ര താഴ്ന്ന ഇതിലുള്ള ആളാണെങ്കിലും അവർക്ക് എന്താണ് വേണ്ടത് നമുക്ക് മനസ്സിലാവണം. അവർക്ക് എന്തായിരിക്കും വേണ്ടത്? ഒരു കല്യാണത്തിന് ആൾക്ക് വേണ്ടത് ധനം തന്നെയാണ്, കാശ്. അത് നിങ്ങൾ കാശ് അങ്ങോട്ട് കവറിലാക്കിയിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. തലേന്ന് തന്നെ പോയി കൊടുത്തേക്കുക, നല്ലതാ. പിന്നെ സ്വർണ്ണമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റൂ, കൊടുത്തോളൂ. ഈ കാസറോൾ ഒഴിവാക്കും. കാസറോൾ അതുപോലെ അത് സംബന്ധമായിട്ടുള്ള പലതും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സാരി മേടിച്ചു കൊടുക്കാം, മുണ്ട് മേടിച്ചു കൊടുക്കാം, അല്ലെ ബെഡ്ഷീറ്റ് മേടിച്ചു കൊടുക്കാം. ഒക്കെ മേടിച്ചു കൊടുക്കാവുന്നതാണ് സാധനങ്ങളാണ്. അവർക്ക് ആവശ്യമുണ്ടാവും. ഏതായാലും അവർ മേടിക്കും. എന്നാലും നിങ്ങൾ ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. ഇത് ഒരുപാടുണ്ടെന്നേ, അല്ലേ? പിന്നെ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാസറോൾ അവിടേക്ക്, ആ കാസറോൾ ഇവിടേക്ക്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കഴിയുന്നത് ഒഴിവാക്കും. അപ്പൊ ദേശം, കാലം, പാത്രം. തുടർന്ന് യസ്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. യത് തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. പുനഃ പിന്നെ പ്രത്യുപകാരാർത്ഥം, പ്രത്യുപകാരത്തിനായിട്ടോ
ഫലം പ്രയോജനത്തെ ഉദ്ദേശിച്ചിട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അതായത് സർവീസിൽ ഇരിക്കുമ്പോണ്ടല്ലോ, ഒരു സ്റ്റേഷൻ എസ് ഐയുടെ മകളുടെ കല്യാണമാണെങ്കിൽ ആ സമീപത്തുള്ളവരൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കും. റിട്ടയർ ആയിട്ട്, അതുകൊണ്ടാണ് ഈ റിട്ടയർ ആവുന്നതിന് മുമ്പ് കല്യാണം നടത്തുന്നത്. അതിന്റെ കുട്ടൻസ് അതാണ്. അത് റിട്ടയർമെന്റിന് മുമ്പ് നടത്തിയാൽ കിട്ടാനുള്ളതൊക്കെ ഇങ്ങോട്ട് കിട്ടും. അതിനുശേഷം നടത്തട്ടെ, ആരും പോവില്ല, കല്യാണത്തിന് പോലും പോവില്ല ആരും. സർവീസിലിരിക്കുമ്പം, അതുകൊണ്ട് മന്ത്രിയാണെങ്കിലും അതെ, മന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പം മകളുടെ, അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ പ്രായമാവുന്നതിന് മുമ്പ് തന്നെ കഴിപ്പിക്കുന്നത്. പോരാനുള്ളതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയാം. അപ്പൊ എല്ലാവരും കൊണ്ടു കൊടുക്കും. അങ്ങനെയാ. മന്ത്രിയുടെ ഭാര്യ മരിച്ചപ്പം ഭയങ്കര ആളായിരുന്നു എന്നാ. അപ്പൊ മന്ത്രി ചോദിച്ചു എന്നാ, ഞാൻ മരിച്ചാൽ ഇതിലും ആളായിരിക്കില്ലേ? ഒറ്റ കുട്ടി വരില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? ഇതാരും അറിയില്ലല്ലോ ഇല്ലേ? അതിലൊക്കെ എന്തുണ്ട്? പ്രത്യുപകാരം. ഞാൻ കൊടുക്കുന്നത് തന്നെ തിരിച്ചിതാ ആ പ്രസന്റൊക്കെ കൊടുക്കുമ്പോൾ പറയും, സാറേ പിന്നെ സാറിന് ഓർമ്മയില്ലേ എന്നെ? പിന്നെ കാണാം. അങ്ങനെ കൊടുക്കുക. പ്രത്യുപകാരം ഉദ്ദേശിയ. പരിക്ലിഷ്ടം. പരിക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ ക്ലേശിച്ചിട്ടാണ് കൊടുക്കുന്നത്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് മറ്റൊരാൾക്കൊന്നും കൊടുക്കരുത്. പക്ഷെ മറ്റുള്ളവർക്കും അത് ഗുണം ചെയ്യില്ല എന്നാ. സന്തോഷത്തോടു കൂടി കൊടുക്കണം. അതുകൊണ്ട് ശ്രദ്ധയാദേയം, സംവിധാദേയം. പരിക്ലിഷ്ടം യത്, ക്ലേശിച്ചിട്ട്, യത് യാതൊന്നാക്കട്ടെ, ദീയതേ കൊടുക്കപ്പെടുന്നത്, തദ്ദാനം രാജസം. അതിനെ രാജസം സ്മൃതം, രാജസമായിട്ട് പറയും. അപ്പൊ നമ്മൾ ശരിക്കും നിങ്ങൾ ആലോചിക്കണം, എന്തിനാണ് നമ്മൾ പോകുന്നത്? അപ്പൊ കുട്ടിയുടെ പിറന്നാളിന് വിളിച്ചിട്ടാണെങ്കിൽ ആ കുട്ടിക്ക് പറ്റുന്ന എന്തെങ്കിലുമാണ് കൊടുക്കേണ്ടത്. കുട്ടിക്ക് കുറച്ച് ഗുണം ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല പുസ്തകങ്ങൾ, നല്ല സ്റ്റോറി ബുക്ക്. പുസ്തകങ്ങൾ ആരും കൊടുത്ത് കണ്ടിട്ടില്ല, വളരെ കുറവാണ്. എല്ലാവരും ഈ ചോക്ലേറ്റ് ബാറുമായിട്ടാണ് പോവാന്ന് പറയും. അത് കഴിച്ചു കഴിച്ചാൽ അതിന്റെ പല്ലൊക്കെ പോയിരിക്കണം, എന്നാലും ഇത് തന്നെ കൊടുക്കും. അതുപോലെ ഷഷ്ടിയബ്ദി പൂർത്തിക്ക് വിളിച്ചാൽ എന്ത് കൊടുക്കണം? പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ല നല്ല പുസ്തകങ്ങൾ ഗിഫ്റ്റായിട്ട് ആരെങ്കിലും കൊടുക്കാറുണ്ടോ? വളരെ അപൂർവമായിട്ടാണ്. ഭഗവത്ഗീത കൊടുക്കാം, രാമകൃഷ്ണദേവന്റെ വചനാമൃതം കൊടുക്കാം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ സാഹിത്യ സർവസ്വം കൊടുക്കാം. ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ പുസ്തകം കൊടുക്കണം. അവര് വായിക്കും, എപ്പോഴെങ്കിലുമൊക്കെ വായിക്കും, ഗുണം ചെയ്യും. തിരിച്ചു കിട്ടുന്നത് അതിൽ നിന്ന് ഇങ്ങനെയുള്ള ഫലമായിരിക്കും, നല്ല ഫലം. മറ്റതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് എന്തൊക്കെയോ ചിലത് വേണം എന്നുള്ളതാണ്. ഇനി താമസന്റെ ദാനം എങ്ങനെയിരിക്കും? അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ യത് ദാനം അപാത്രേഭ്യശ്ച അപാത്രേഭ്യഃ ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത് താമസം ഉദാഹൃതം. അദേശകാലേ, ദേശകാലത്തിലല്ലാതെ, വേണ്ട സമയത്തും വേണ്ട സ്ഥലത്തും അല്ലാതെ, അപാത്രേഭ്യഃ അർഹന്മാർക്കല്ലാത്തവർക്ക്, അർഹതയില്ലാത്തവർക്ക്, അസത്കൃതം ബഹുമാനം ഒട്ടും ഇല്ലാതെ, കൊടുക്കേണ്ട രീതിയിലല്ല അത് കൊടുക്കുന്നതെന്ന് പറയാം. കൊടുക്കേണ്ട രീതിയിലല്ലാത്ത കൊടുക്കല്ല. ഈ ബസ്സിൽ പോകുമ്പോൾ കോയിൻസ് എറിയല്, അമ്പലത്തിന്റെ മുൻപിലേക്ക്, പള്ളിയുടെ മുമ്പിലേക്ക് ഒക്കെ. ആ എയറിൽ ആരുടെയോ കോയിൻ എന്താ ഒരു 5 രൂപ തട്ടിയിട്ട് കണ്ണുപോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇത് എന്തോ അങ്ങോട്ട് എന്താണെന്നറിയില്ല, എങ്ങനെ എവിടുന്നാ വന്നത് ഈ ഒരു കൾച്ചറൊക്കെ എന്ന്. വന്ന വഴി മനസ്സിലാവുന്നില്ല. ഇപ്പൊ അത് കൂടിക്കൂടി വരിക. ഈ റോഡ് സൈഡിലൊക്കെ ഈ കുറ്റി ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു. പിന്നെ ഇതിന്റെയൊക്കെ ഒരു മനഃശാസ്ത്രം എന്താണെന്നറിയോ? വാഹനങ്ങളൊക്കെ അപകടമില്ലാതെ പോകണമെങ്കിൽ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇടണം എന്നാ. ബസ്സുകാര് അങ്ങനെ ഓട്ടോക്കാര് അങ്ങനെയുള്ളവരെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു
മാനസികമായിട്ടുള്ളൊരു കളിയാണ് അതിൻ്റെ. അവരും അത്തരത്തിൽ അതിനെ പ്രചരിപ്പിക്കുക. ഇപ്പൊ ഇവിടെ ഒരു രൂപ ഇടാതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 രൂപ ഇടാതെ പോയി കഴിഞ്ഞാൽ അതൊരു കുരുത്തത്തിലാവില്ല. എന്നിട്ട് അത് എന്ത് ചെയ്യും, അവിടുന്ന് അങ്ങനെ ഒരു ഏറാണ്. അല്ലെങ്കിൽ ഈ പോകുന്നവരും കാണാം, ഈ കോയിൻസ് എടുത്തിട്ട് ഏറാണ് ആ പള്ളിയുടെ അവിടെ. ഇത് മുഴുവൻ മാറണമെങ്കിൽ നമുക്ക് തോന്നുന്നു കുറച്ച് പേരൊന്ന് വിചാരിച്ചാൽ ശരിയാവും. അവിടെ പോയി നിന്ന് ഇത് മുഴുവൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകുക. നല്ലവരും എറിയുന്നതല്ലേ. ഈ എറിയുന്നവൻ എന്ത് സംസ്കാരത്തിലാ ഇവൻ ഈ എറിയുന്നത്? ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളെങ്കിലും മേലിൽ ഇത് ചെയ്യാതിരിക്കും. സ്വാമി കാണുന്നുണ്ട് ഈ എടപ്പള്ളിയുടെ അവിടെ നിന്നൊക്കെ എറിയുന്നത് കാണാം. അവിടെ എത്തുമ്പോഴേക്കും ഒരു ഏറാണ്. അങ്ങനെ പലയിടത്തും ഉണ്ട് ഏറ്. എന്നിട്ട് അവര് അത് പെറുക്കി ഭണ്ഡാരത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പള്ളിക്കാരായാലും അമ്പലക്കാരായാലും. ഇതൊക്കെ ശ്രദ്ധയില്ലാത്ത ദാന. അത് അമ്പലത്തിലേക്ക് കൊടുക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് അവിടെ കൊടുക്കണം. ബസ്സിലിരുന്ന് ഏറല്ല, എറിഞ്ഞുകൊണ്ടല്ല കൊടുക്കേണ്ടത്. അതാര് ചെയ്യുകയാണെങ്കിലും തെറ്റാ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു എന്നിട്ട് പോവാം. അവജ്ഞാതം, നിന്ദയോട് കൂടിയിട്ട്. അല്ല സ്വാമി, അത് ഞങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഇടാൻ പറ്റില്ല. അതെ, അങ്ങനെ എറിയാൻ പറ്റില്ല. നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ അങ്ങനെ ശ്രദ്ധയോടുകൂടി ചപ്പാത്തി ഇങ്ങനെ ഇട്ട് തന്നാൽ നീ ശ്രദ്ധയോടുകൂടി ഇങ്ങോട്ട് പിടിക്കുവോ? ചോദ്യം ഇത്രയേ ഉള്ളൂ. അതൊന്നും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ണുരുട്ടുമല്ലോ, ഇല്ലേ? അതിനെന്തെങ്കിലും ഒരു കുറവ് പറ്റിയാൽ, ഒന്ന് ചൂട് കുറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുമല്ലോ. അപ്പൊ തനിക്ക് മറ്റുള്ളിടത്തേക്കൊക്കെ ഇങ്ങനെ ചെയ്യാം പാടില്ല എന്ന് പറയും. നിന്ദയോടുകൂടി. അവജ്ഞാതം യത് ദാനം ദീയതേ, യാതൊന്നു കൊടുക്കപ്പെടുന്നുവോ. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവരെ ഒരു 10-15 പ്രാവശ്യം നടത്തിപ്പിക്കുക. എന്നിട്ട് അവിടെ രാവിലെ ആ ഗേറ്റിൽ അങ്ങനെ വന്ന് നിൽക്കണം. ഉച്ചയാകുമ്പോ ആള് വരും. എന്താ സാറേ? നാളെ ഇല്ലേ? അപ്പൊ തീർത്തേക്കണം എന്ന് പറയും. കൊടുക്കുകയാണെ അപ്പൊ തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ അവജ്ഞയോട് നിന്ദിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ദീയതേ. തത് താമസം ഉദാഹൃതം, അത് താമസമാണ്. അത്തരത്തിലൊന്നും നമ്മുടെ കൈകളെ കൊണ്ട്, നമ്മുടെ കൈ അതിനല്ല തന്നിരിക്കുന്നത്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത്ത് ഗോവിന്ദ. ഇവരാ ഇരിക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുള്ളതല്ല. ആർക്ക് കൊടുക്കുന്നതും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും പൂർണ്ണ ഒരു സമർപ്പണ ഭാവമൊക്കെ ഉണ്ടായിരിക്കണം. ആ സമർപ്പണത്തിനൊക്കെ ആചാര്യന്മാർ ഓരോ രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയെ സ്വീകരിക്കണം എന്ന് പറയും. തന്റെ കടം ഈ തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ട് വീട്ടലല്ല. തനിക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ എനിക്ക് സൗകര്യമുള്ളൂ, വേണമെങ്കിൽ എടുത്തോളൂ എന്ന മട്ടില്. അതുകൊണ്ട് അത് അങ്ങനെ ഉപകരിക്കുകയുള്ളൂ, അത്തരത്തിലുള്ള ധനമൊക്കെ. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കള്ളം കയറുന്നതും അവിടെ അഴിമതി നടക്കുന്നതും, വല്ലാത്ത അഴിമതിയൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാ? ഇത്തരത്തിൽ അഴിമതിയുടെ വേറൊരു കാശാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങനെയാവുന്നു. ബാക്കി ഭാഗം നമുക്ക് നാളെ. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. പ്രണവത്തെക്കുറിച്ച് ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു. 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തില് ഭഗവാൻ 3 പ്രകാരത്തിലുള്ള ശ്രദ്ധയെ, ആ ശ്രദ്ധയ്ക്ക് അനുസരിച്ച് നമ്മുടെ കർമ്മങ്ങള്, ആ കർമ്മത്തില് ദാനം, യജ്ഞം, തപസ്, നമ്മൾ നിത്യം അനുഷ്ഠിച്ചു പോരുന്ന ഓരോ പ്രവൃത്തികളിലും ഏത് പ്രകാരത്തിലാണ് നമ്മുടെ ശ്രദ്ധ ആവേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ശ്രദ്ധ നമ്മെ ആവേശിച്ചത്, അതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയാം. അത് എടുക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും എല്ലാം. അപ്പൊ അതിനെ തിരുത്തേണ്ടത് ആവശ്യമാണെങ്കിൽ തിരുത്താം. അതല്ല ഇപ്പൊ ഉള്ള രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെയും പോവാം. ഇതുകൊണ്ട് നമ്മൾ വളരെ സ്വസ്ഥരാണ്, ശാന്തരാണ് എങ്കിലോ ഇത് മതി എന്ന് പറയാം.
ഏതെങ്കിലും ഭാഗത്ത് എടുക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ചെറിയ മാറ്റം ആവശ്യമാണ് എന്നൊക്കെ തോന്നുന്നുവെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഇതിൽ പറഞ്ഞ സാത്വികമായ ശ്രദ്ധയെ സ്വീകരിക്കാം. അതിൽ ദാനം, യജ്ഞം, തപസ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞിരിക്കണം. ഇനി ഈ അധ്യായം വീണ്ടും അതിന്റെ താത്പര്യത്തെ ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു. 23-ാമത്തെ ശ്ലോകം. ഓം തത്സദിതി നിർദ്ദേശഃ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഃ പുരാ. പ്രണവ ഉപാസന ഏത് വിധത്തിലാണ് എന്നൊക്കെ ഭഗവാൻ വീണ്ടും അവതരിപ്പിക്കുന്നു. പറയണു, ഓം തത് സത് ഇതി നിർദ്ദേശഃ ബ്രഹ്മണഃ ത്രിവിധഃ സ്മൃത ബ്രാഹ്മണാഃ തേന വേദാഃ ച യജ്ഞാഃ ച വിഹിതാഃ പുരാ. ഓം, ഓം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൂടെ ഈശ്വരനെ അവതരിപ്പിക്കുന്നത്, ബ്രഹ്മം എന്ന് പറയാം. ഓം പ്രണവ. പിന്നെ തത്, തത് എന്ന് പറഞ്ഞാൽ അത്. സത്, അതും അത് തന്നെ, അത് സത്. ഓം തത് സത്. ഇങ്ങനെ ഈ 3 ശബ്ദങ്ങളെ കൊണ്ട് ഓം എന്നും തതെന്നും സതെന്നും ഇത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ബ്രഹ്മണഃ ത്രിവിധ നിർദ്ദേശഃ, ബ്രഹ്മത്തിന്, സത്യത്തിന്, ബോധത്തിന് 3 നിർദ്ദേശം ഉണ്ട്. ഏതൊക്കെയാണത്? ഓം തത് സത്. ഓം തത് സത് ഇതി, ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നാണ്. ഇതി എന്നത് നിർദ്ദേശമല്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാം. ഓം എന്നും തതെന്നും സതെന്നും. തത് ത്വം അസി എന്ന് പറയുമ്പോൾ അവിടെ തത്പദമാണ് പറയുന്നത്, അത് നീ ആകുന്നു എന്ന്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറയുമ്പം അത് പൂർണ്ണം, അത്, ഇത് പൂർണ്ണം, ഇത്, തത് സത്. ഇങ്ങനെ 3 നിർദ്ദേശം ഇവിടെ. സ്മൃതഃ സ്മൃതമാകുന്നു, സ്മരിക്കപ്പെട്ടതായിരിക്കുന്നു. തേന അതിനാൽ, ഇത്തരത്തിലുള്ള നിർദ്ദേശത്തിലൂടെ ബ്രാഹ്മണാഹ ബ്രാഹ്മണരും വേദാഹ വേദങ്ങളും യജ്ഞാഹ യജ്ഞങ്ങളും പുരാവിഹിതാഹ ആദികാലത്ത് നിർമ്മിക്കപ്പെട്ടവയാകുന്നു. ഇതൊക്കെ വിഷയങ്ങളാണ്. വൈദിക കാലത്ത് തന്നെ ഈ പ്രണവത്തെ അധ്യയനം ചെയ്യുന്നവര്, പ്രണവോപാസകന്മാര് ഇങ്ങനെ യജ്ഞത്തിലും വേദത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെ അവരും ഇനി വേദത്തിന്റെ ആ 3 പ്രണവോപാസനയുടെ പിരിവുകളെ കുറിച്ച് ഭഗവാൻ പറയാൻ പോവുക. ഇവിടെ ആദ്യമേ പറയട്ടെ, ഈ ഇത്തരം സംശയങ്ങൾ വീണ്ടും നമുക്കുണ്ടാവും. പ്രണവോപാസന എപ്പോഴാണ്, എങ്ങനെയാണ്, അപ്പൊ എങ്ങനെയാണെന്നുള്ളത് സ്വാമി ആദ്യം പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് വിധത്തിലാണ് പറയുന്നത്? 4 പ്രകാരത്തിലാണ്. ഏത് മന്ത്രവും 4 പ്രകാരത്തിലാണ് പറയണു. ചത്വാരി വാക് പാരമിതാ പദാനി. ചത്വാരി എന്ന് പറഞ്ഞാൽ 4, വാക് പാരമിതാ പദാനി. ഇതിന്റെ ഈ മന്ത്രങ്ങളുടെ, ആ മന്ത്രങ്ങൾ കടന്നു പോകുന്ന തലങ്ങള് 4 ഘട്ടങ്ങളാണ് എന്ന് പറയാം. 4 തലങ്ങളിലൂടെ മന്ത്രം നമ്മെ 4 തലങ്ങളിലൂടെ മന്ത്രങ്ങളെ നമ്മൾ കൊണ്ടുപോകണം. അത് ഏതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നാമത്തതിന് വൈഖരി എന്ന് പറയും. വൈഖരി, വൈഖരി എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഉച്ചരിക്കപ്പെടുന്നത്. ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്ന സമയത്ത് അത് ഗായത്രി ആവട്ടെ, മൃത്യുഞ്ജയ മന്ത്രമാവട്ടെ, പ്രണവമാകട്ടെ, ഏതെങ്കിലും നാമാവലികളാകട്ടെ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമഃ ശിവായ, ഇങ്ങനെ ഏതെങ്കിലും ആവട്ടെ, അത് വ്യക്തമായിട്ട് ഒരാൾക്ക്, അടുത്തിരിക്കുന്ന ഒരാൾക്ക് കേൾക്കുന്ന പാകത്തിന് ചൊല്ലുന്നതിനെയാണ് വൈഖരി എന്ന് പറയാം. വൈഖരി എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഉച്ചരിക്കുന്നത്, വൈഖരി. രണ്ടാമത്തത് മധ്യമ. അപ്പൊ നിങ്ങൾ ഏതിലാണ് എന്ന് നോക്കണം. പറയാം, അത്
മധ്യമ എന്ന് പറയുന്നത് അത് ജപിക്കുന്ന ആൾക്ക് മാത്രം കേൾക്കാവുന്നതാണ്. മധ്യമ ജപിക്കുന്ന ആൾക്ക് മാത്രം മധ്യമ. പിന്നെ പശ്യന്തി, വൈഖരി, മധ്യമ, പശ്യന്തി. പശ്യന്തി എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളതാണ് പശ്യന്തി. എവിടെയാണ് പശ്യന്തി? കണ്ഠത്തിൽ ലയിക്കുന്നതാണ്. ചൊല്ലുന്ന ആൾക്ക് കേൾക്കില്ല. കണ്ഠത്തിൽ ആ നാമം, മന്ത്രം ലയിക്കുന്നത് ആ സാധകന് അനുഭവപ്പെടണമെന്നാണ് പശ്യന്തി. ആ ലയിച്ച നാമത്തെ കാണല്, അത് തന്നെ പശ്യന്തി. കണ്ഠത്തിൽ നാമം ലയിക്കുന്നത് കാണുക. കാണുക എന്ന് പറഞ്ഞാൽ നേത്രം കൊണ്ടല്ല, അന്തർജ്ഞാനം കൊണ്ട് പശ്യന്തി. പിന്നെ അടുത്തതാണ് നാലാമത്തേത്. നാലാമത്തേതിന് പര എന്ന് പറയും. ഇപ്പൊ വൈഖരി, മധ്യമ, പശ്യന്തി, പര. ഇതിന് നേരെ തിരിച്ച് പരാ, പശ്യന്തി, അല്ലേ, മധ്യമ, വൈഖരി എന്നും പറഞ്ഞു കേൾക്കാം. അപ്പം എവിടെയാണ് തുടങ്ങുന്നത്? ശരിക്ക് പറയുന്നത് മന്ത്രങ്ങൾ പരയിൽ തുടങ്ങി പരയിൽ അവസാനിക്കും. അത് പ്രണവമൊക്കെ പരയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നാരായണ ഗുരു പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്. പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഏതാണ്? വാക്കില്ലാത്തത്. അവിടെ ശബ്ദമൊന്നുമില്ല. അവിടെ നിന്നാണ് ഇത് വരുന്നത്, പരയിൽ നിന്ന്. പരയിൽ നിന്ന് അങ്ങനെ തുടങ്ങി. പിന്നെയോ മധ്യമയിൽ നിന്ന്, പശ്യന്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താ വൈഖരിയിലേക്ക് വന്ന് വീണ്ടും അതിന്റെ ഒരു വിലയനമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ വൈഖരി വ്യക്തമായി വരും, പിന്നെ ആ മധ്യമ, പിന്നെ പശ്യന്തി, പിന്നെ പര. പരയിൽ നിന്ന് വരുമ്പം അതുപോലെ തന്നെ നേരെ തിരിച്ചു. ഇങ്ങനെ മന്ത്രങ്ങൾ പ്രണവമാണെങ്കിൽ ഓ അത് ലയിക്കുന്നത് അനുഭവപ്പെടണം എന്ന് പറയും. അതായത് ഇപ്പൊ ഒരാള് ഓം എന്ന് പറഞ്ഞു, അപ്പോഴേക്കും അയാൾ കഴിയുന്നതിന് മുമ്പ് ഓം, അങ്ങനെ ഒരു മത്സരം ഇതിൽ വേണ്ട എന്ന് പറയും. ഈ വിഷയത്തിൽ മത്സരം പാടില്ല, മത്സരത്തിന്റെ ആവശ്യമില്ല. ഈ കൂട്ടത്തോടു കൂടി ഇരിക്കുമ്പോൾ അങ്ങനെയാണ്. ആളുകൾ ഒരു 3 പ്രണവം ഉണ്ടെങ്കിൽ ഒരാൾ കഴിയുന്നതിന് മുമ്പ് അടുത്ത ആൾ അങ്ങോട്ട് തുടങ്ങും. അതിൽ പരയും പശ്യന്തിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പ്രണവം ഇതാണ്, പരയിൽ നിന്ന് ആരംഭിച്ച് പരയിൽ അത് വിലയിക്കണം. അപ്പൊ നോക്കൂ ഓരോ നാമങ്ങളും. അപ്പം ഗായത്രി മന്ത്രമാവട്ടെ, ഏത് മന്ത്രങ്ങളാവട്ടെ, അതങ്ങനെ ഈ പ്രകാരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലാവാം. ഇനി നിങ്ങളിത് സംശയം ചോദിക്കരുത്. ഇനി ചോദിക്കുന്നവർക്ക് നല്ല അടി കിട്ടും. പറഞ്ഞില്ല എന്ന് വേണ്ട. അതെ, അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾക്കൊരു സമയം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു ക്രമത്തിൽ. അപ്പൊ ഇതിൽ തന്നെ പല വിധത്തിലുണ്ട്. ഇപ്പം നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാം ഒരാൾ വളരെ ദൂരത്ത്, ആ ദൂരത്തുള്ള ആളെ കേൾപ്പിക്കാൻ പാകത്തിന് ഇതിൽ തന്നെ ഉച്ചത്തിലുള്ള ജപമുണ്ട്. എങ്ങനെ? മാനസികമായിട്ട് ഈ എന്താ പറയാ, പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും ഉണ്ട്. മനസ്സിൽ നമുക്ക് അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലാം. അങ്ങനെ പല തലങ്ങളിലൂടെ നമ്മൾ ഈ മന്ത്രത്തെ കയറ്റി ഇറക്കി കൊണ്ടുപോകണം. അങ്ങനെ പോയി പിന്നെ നമ്മുടെ പ്രാണനോടൊപ്പം ഈ മന്ത്രം ഉണ്ടാവും. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മന്ത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രത്തെ സ്വീകരിച്ചോളൂ. അത് ഇന്നതായിരിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടാവും ഏത് മന്ത്രം സ്വീകരിക്കാമെന്ന്. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങുന്നത് ഏതാ? ഈ ക്ലീം ഹ്ലൂം ഹ്ലൂം ഒന്നും ഇല്ലാത്ത എളുപ്പത്തിൽ വഴങ്ങുന്ന ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ നോക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ മതിയെങ്കിൽ മതി. ഇനി ഒന്നുമില്ലേ, ഓം എന്ന് മാത്രം മതി. അപ്പൊ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ആ പ്രണവത്തോടൊപ്പം ആ പ്രണവമാണ് കയറി വരുന്നത്, അതുപോലെ പുറത്തേക്ക് പോകും. സ്വാമി പറഞ്ഞു ആർക്കും, പിന്നെ സ്ത്രീകൾക്ക് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എല്ലാ സമയവും പിന്നെ ചോദിക്കരുത്.
ഒരു 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 മാഞ്ഞാള ചോദ്യം എന്നൊക്കെ പറയും അതിന് കോഴിക്കോടൻ ഭാഷയിൽ. അല്ല ഇല്ല, ഏത് സമയം. അതെ, എപ്പോൾ കുട്ടികൾ പ്രായമായിട്ട് മരിക്കാൻ അപ്പോഴും. അപ്പൊ ഏത് സമയത്താണോ, ഏത് സമയത്ത് നമുക്ക് ഈ ശ്രദ്ധ, നിങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം സ്വാമി പറയണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മളിവിടെ ഈ യജ്ഞശാലയിൽ വരുന്ന ഒരു കുട്ടി, അത് 3 വയസ്സ് കഷ്ടിയായിട്ടേ ഉള്ളൂ. ഇവിടെ വരാറുണ്ട്, ഇവിടെ പതിവായിട്ട് വരാറുണ്ട്. പക്ഷെ ഒരു ദിവസം യജ്ഞത്തിന് വരുമ്പം മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണിട്ട് കാലിന്റെ തൊടയെല്ല് പൊട്ടിയിട്ടുണ്ട്. ആ കുട്ടി ഇപ്പം അവിടെ അരയ്ക്ക് താഴേക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് അങ്ങനെ കുട്ടി കിടക്കുക. സ്വാമി പോയി കണ്ടിരുന്നു കുട്ടിയെ. പക്ഷെ ഈ കുട്ടിക്ക് ഗീത എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഹരം പോലെയാണ്. അപ്പൊ ഈ പാവക്കുട്ടിയൊന്നും അല്ല വേണ്ടത്. സ്വാമി ഒരു പാവക്കുട്ടി മേടിച്ചു കൊണ്ടുപോയത് അബദ്ധമായി. അതൊരു ഗീതാ പുസ്തകമാണ് അതിന് വേണ്ടത്. വായിക്കാനൊന്നും ആയിട്ടില്ല എന്നാലും, പക്ഷെ ഇത് കേൾക്കും വേണം. അതിലൊരു പ്രത്യേക ആ ഒരു ട്യൂണിങ് വന്നു, അതുമായിട്ടുള്ളൊരു താളം വന്നു കുട്ടിക്ക്. ഒരു എന്താ, നമ്മൾ നിരീക്ഷിക്കേണ്ട ഒന്നാണ് അത്. ഇതുപോലെ നമുക്കൊരു താളം വരാനുണ്ട് മന്ത്രവുമായിട്ട്. ഇത് കുറച്ചു കാലം ഇത് ജപിച്ചു. ഇത് ജപത്തിന്റെ ഉദ്ദേശം എന്താണ്? വേറെ എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളാണ്. ആ ഉദ്ദേശത്തിലൂടെ അത് കിട്ടണമെന്ന് വന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ ശരി വേറൊരു മന്ത്രാക്കാം. അങ്ങനെയല്ല. ഇത് നമ്മുടെ ശാന്തിയും നമ്മുടെ സമാധാനത്തിനും സർവോപരി നമ്മെ അറിയാൻ, എല്ലാ ചിന്തകളെയും മാറ്റിവെക്കാൻ, സ്വസ്ഥമായി ശാന്തമായി കരചരണങ്ങളെ മുഴുവൻ പൂർവാധികം ശക്തി ഉണ്ടാക്കുന്നതിനായിട്ട് അതിനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കത് എപ്പോ വേണമെങ്കിലും ആവാന്ന് പറയാം. നിങ്ങൾ തയ്യാറായിരിക്കണം, അത്രയേ ഉള്ളൂ. ഹറിബറിയായിട്ട് ഒന്നും വേണ്ട, ഈ ബഹളം വെച്ചുകൊണ്ട് മന്ത്രജപം ഒന്നും വേണ്ട. അതുകൊണ്ടാണ് സ്വാമി ഒരിക്കൽ കൂടി പറയുന്നത്, അമ്മമാരുടെ കേസിൽ, അച്ഛന്മാരുടെ കേസിലും സ്വാമി പറയാം, വീട്ടിൽ നിന്ന് എല്ലാവരെയും ഭരണയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടുമല്ലോ 11:30 12 ഭക്ഷണം പാകം ചെയ്തിട്ടോ അതിനു മുമ്പൊക്കെ. പക്ഷെ ശുചിയായി വൃത്തിയായി, ഒരു കുക്കറിൽ ഇപ്പൊ പരിപ്പും വേവിച്ചുകൊണ്ടല്ല, അതവിടെ വിസിലടിക്കുമ്പോൾ നിങ്ങളും ഓം, ആ വിസിലും ഓം, അങ്ങനെയാവരുത്. എല്ലാ പണിയും തീർത്തു വെച്ചേക്കണം. എല്ലാ പണിയും തീർത്ത് വെച്ച് ഒരു 15 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ആ സമയം എനിക്ക് വേണ്ടി ഉള്ളൊരു സമർപ്പിക്കാൻ പറ്റുന്ന ഒരു സമയം. അതുകൊണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു സംശയവും ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം സ്വീകരിക്കാം, പ്രണവത്തെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ആർക്കും നിങ്ങൾ ഉപദേശവും മന്ത്രദീക്ഷയൊന്നും കൊടുക്കാം, നിങ്ങൾ നിൽക്കണ്ട. ആർക്കും നവാ ഞാൻ തരാം, ദക്ഷിണ വയ്ക്കൂ. ഇനി ആരെങ്കിലും ഇത് തരണമെന്ന് ചോദിച്ചാൽ അതും വേണമെന്നൊന്നുമില്ല. ഇതാ ഇവിടുന്ന് തന്നെ ഇതാ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുക, ഓം തത് സദിതി നിർദ്ദേശ. ബ്രഹ്മത്തിന്റെ നിർദ്ദേശമായിട്ട് ഗീതയിൽ നിന്ന് എനിക്ക് കിട്ടി. ആരാ പറഞ്ഞു എന്ന്? ഗീതാമാതാവ് പറഞ്ഞു തന്നു. നമ്മളൊക്കെ വെറും നിമിത്തം മാത്രം. അതുകൊണ്ട് ഇനി ഇതൊരു പ്രത്യേക ദിവസം ഒരാൾ വിളിച്ച് കുളിച്ച് വന്നത് അങ്ങോട്ട് നമസ്കരിച്ചോളൂ, കാതിൽ പറഞ്ഞുതരാം, അതൊക്കെ ഒരു രീതിയുണ്ട്. നിങ്ങൾക്കിപ്പോ ആ രീതിയൊന്നും പറ്റില്ലല്ലോ. ആശ്രമത്തിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ചു, ശ്രദ്ധയോടുകൂടി ഗുരുവിനെയൊക്കെ പൂജയൊക്കെ ചെയ്തു. ഗുരു സംപ്രീതനായിട്ടുള്ള ഗുരു ഒരു ദിവസം വിളിച്ചിട്ട് കാതിൽ പറഞ്ഞു തരും, ഓം. അത് ശരി, ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും നമുക്ക് തോന്നുക ഒരാഴ്ച താമസിച്ചിട്ട്. ശിഷ്യനെ സംബന്ധിച്ച് അവന് 10 വർഷം കഴിഞ്ഞിട്ടും ഇത് കേട്ട് കഴിഞ്ഞാൽ അതൊരു പുതുമയാർന്ന ശബ്ദമായിരിക്കും. അവന്റെ കാതുകൾ അതിന് പാകമായി നിൽക്കുക, പ്രണവം അങ്ങോട്ട് കടന്നു ചെല്ലാൻ. അത് ഗുരു അത്രയും അനുഗ്രഹ ഭാവത്തോട് കൂടിയിട്ടാണ് അത് ഓതിക്കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് സ്വീകരിക്കാം. എവിടുന്ന്? ഗീതയിൽ നിന്ന് തന്നെ ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ അതെപ്പം എവിടെ എങ്ങനെ എന്നൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് എന്ന് പറയുമ്പോൾ തോന്നിയതുപോലെ എന്നല്ല. നമ്മളൊരു സമയം തെരഞ്ഞെടുത്ത് അതിനൊരു രീതിയുണ്ട്, അതൊരു വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പുൽപ്പായ വേണമെങ്കിൽ പുതിയതൊരെണ്ണം മേടിക്കാം. ആരെങ്കിലും കിടന്ന് കഴിഞ്ഞ് അവനങ്ങനെ എന്താ പറയുക, അതൊരു വിഴുപ്പൊക്കെ ആയിട്ട് എന്താ പറയുക, ആ പുതപ്പുണ്ടല്ലോ, മണക്കുന്ന പുതപ്പ്, എന്നാ അതൊന്ന് മുട്ടിയിട്ട് അതിന്റെ മുകളിൽ ഇരുന്നു. പിന്നെ ആ ഒരു മണമുള്ള പ്രണവായിരിക്കും, അതിന് ശുദ്ധി ഉണ്ടാവില്ല. നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അതിന് നമുക്കും കിടന്നുറങ്ങാൻ തോന്നും. അതിലൊന്നും കോംപ്രമൈസ് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പഴയ തുണിയായാലും വേണ്ടില്ല, പുതിയതൊന്നും വേണമെന്നില്ല.
വൃത്തി അലക്കിയുള്ള ഒരു വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത്, ശുദ്ധമായ വായു കിട്ടുന്ന ഒരിടത്ത്, തുറസായ സ്ഥലത്ത് ഇരുന്ന് ഈ അഭ്യാസം ചെയ്യാവുന്നതാണ്. ആർക്കും എപ്പോഴും എവിടെയും. ക്ലിയർ? ഇനി അതിന്റെ 3 തലങ്ങൾ പറഞ്ഞുതരാം. നോക്കാം. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. തസ്മാത് ഓം ഇതി ഉദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. തസ്മാത് ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് ബ്രഹ്മവാദിനാം വിധാനോക്താഃ. ബ്രഹ്മവാദിനാം, ബ്രഹ്മവാദികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികൾ. ബ്രഹ്മാർത്ഥം വദിതും ശീലം അസ്യാസ്തി ഇതി ബ്രഹ്മവാദിനഃ. ബ്രഹ്മസംബന്ധമായതിനെക്കുറിച്ച് എപ്പോഴും പറയാൻ താത്പര്യം കാണിക്കുന്നവർ ബ്രഹ്മവാദികൾ. അവരാണ്. അവര് എങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മളെ ബ്രഹ്മത്തിലെത്തിക്കും. അവർക്ക് അങ്ങനെയാണ് വരാൻ പറ്റുക. അവരങ്ങനെ കൊണ്ടുവരും. അതിപ്പോ കൃഷിയെക്കുറിച്ച് പറഞ്ഞാലും, ഈ വർഷത്തെ കൃഷി വളരെ മോശമായി എന്ന് നിങ്ങളൊരു ബ്രഹ്മജ്ഞാനിയോട് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ കൃഷിയിൽ നിന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കൃഷി മോശമായി പെട്ടെന്ന് ബ്രഹ്മം എന്ന് പറയില്ല. അവരെ കൊണ്ടുവരും ആ കർഷകനെ. എന്തുകൊണ്ട് മോശമായി, എങ്ങനെയാ അത് മോശമാവാൻ, എന്താ കാരണം, കഴിഞ്ഞ വർഷം നന്നാവാൻ കാരണം എന്ത്, അവസാനം കൊണ്ടുവരുന്നു പറയും. അപ്പൊ അവരെന്താണ്, ബ്രഹ്മത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതിനായിട്ട് സംസാരിക്കുന്നവരാണ് ബ്രഹ്മവാദിനഃ. വിധാനോക്താഹ, ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള, ശാസ്ത്രം എല്ലാവർക്കും എന്താ, ശാസ്ത്രം നേരത്തെ പറഞ്ഞുവല്ലോ, ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്ന്. അപ്പൊ ഈ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ. അതായത് അത്ഭുതപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കും അറിയാം ചില ശാസ്ത്രങ്ങളൊക്കെ, നമ്മളിത് പണ്ടേ കേട്ടിട്ടുള്ളതാ. എന്താണെന്നറിയോ? അതെ, 2 പ്രാവശ്യം ഊണ് വിളമ്പണം എന്നാണ് ശാസ്ത്രം. 1 പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. സ്വാമി 2 പ്രാവശ്യം വേണമെന്നാണല്ലോ ശാസ്ത്രം. ഏത് ശാസ്ത്ര? ഊണോപനിഷത്തിലുണ്ടോ അങ്ങനെ? ഏത് ശാസ്ത്ര? ആരോ ഒരിക്കൽ തട്ടിക്കൊടുത്തതാ. 2 പ്രാവശ്യം, 1 പ്രാവശ്യത്തിൽ നിർത്തരുത്, 2 പ്രാവശ്യത്തിലാണെന്നാണല്ലോ ശാസ്ത്രം. ആരെങ്കിലും ഈ ശാസ്ത്രം കണ്ടവരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ അപേക്ഷ. ഏതാണ് അങ്ങനെ ഒരു ശാസ്ത്രം? അങ്ങനെ ഒരു ശാസ്ത്രമൊന്നുമില്ല. ശാസ്ത്രം ഗീതാശാസ്ത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ ഈ ശാസ്ത്രം നിങ്ങൾക്ക് അറിയുന്നതല്ലേ? എല്ലാവരും പറയാറില്ലേ? പക്ഷെ ഈ ശാസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നമുക്കറിയുന്ന ആകെ ശാസ്ത്രം 2ാമത് ഊണ് കഴിക്കണം എന്നാ, അല്ലെങ്കിൽ 2ാമത് വിളമ്പണം എന്നുള്ള. അപ്പൊ ഈ ശാസ്ത്രം നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം ചിലരിങ്ങനെ തെറ്റിദ്ധരിക്കും, ഇതൊക്കെയാണ് ശാസ്ത്രം. അപ്പൊ ശാസ്ത്രവിധാനോക്ത, ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള, ശാസ്ത്രോക്തങ്ങൾ എന്താണ്? നീ ബ്രഹ്മമാകുന്നു. ശാസ്ത്രത്തിന്റെ കാതലായിട്ടുള്ളത് അതാണ്. അതിൽ കുറഞ്ഞൊന്നുമല്ല. ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷണത്തെ ഒരുവൻ നേടുക. ദേഹോ നാഹം കോഹം സോഹം. ഇതാണ് ശാസ്ത്രങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നത്. ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷണത്തെ ഒരുവൻ നേടുക. ദേഹോ നാഹം കോഹം സോഹം. ഇതാണ് ശാസ്ത്രങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നത്. പറയുന്നു, ജ്ഞാനദാന തപക്രിയാഹ, യജ്ഞദാന തപക്രിയാഹ. യജ്ഞം, ദാനം, തപസ്, ഈ ക്രിയകളൊക്കെ ഓം ഇതി, പ്രണവത്തെയും കൂടെ ചേർത്ത് ഉദാഹൃത്യ എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ച്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സതതം പ്രവർത്തന്തേ, അവരെപ്പോഴും അത്തരത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ പ്രണവത്തെ ഉച്ചരിച്ചുകൊണ്ട് വേണം കൊടുക്കാൻ. അവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുതേ. ചിലപ്പോൾ അയാൾ വിചാരിക്കും ഇത് എന്തോ ഒരു
ഇതെന്തോ ഒരു ഗൂഢോത്രം ചെയ്തിട്ട് കൊടുക്കുകയാണെന്ന്. ഓ, പേടിയാവും മേടിക്കുന്ന ആൾക്ക്. അപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അകത്ത് ഇരുന്നിട്ട് ഓമാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഓം എല്ലാറ്റിനെയും ശുദ്ധീകരിക്കും. ഓം എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നു പറയാം. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ട് എന്നിരിക്കട്ടെ, ഇതിലൂടെ ആളാവണം എന്നുള്ളൊരു സങ്കല്പമാണെന്നിരിക്കട്ടെ, എന്തോ ആവട്ടെ, എന്തുദ്ദേശത്തിന്റെ പിറകിലാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ കൊടുക്കാൻ നേരത്തെ ഒന്ന് പ്രണവം സ്മരിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധാക്കിക്കോളും. അതുകൊണ്ട് ശീലിക്കൂ. ഓന്നല്ല, ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കും ഓ എന്ന്, അതിനെ ഒന്നുകൂടെ ശരിയാക്കി എടുത്താൽ മതി ഓം എന്ന്. ഓം. ഈ ഋത്വിക്കുകള് ഹോമത്തില് അവരെല്ലാം പ്രണവം മാത്രമേ ഉച്ചരിക്കൂ. പഴയ വൈദിക രീതിയിൽ എന്ത് സാധനങ്ങൾ അവർക്ക് വേണമെങ്കിലും അവരങ്ങനെയാ ഓം എന്ന് പറയും. ഓം എന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് എടുക്കൂ, ഓം എടുത്തോളൂ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എടുത്തോളൂ, ഓം ഇരിക്കുക, എല്ലാം സമ്മതം ഓം. സമ്മതം ചോദിക്കുന്നത് ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ്, സമ്മതം കൊടുക്കുന്നത് ഓം എന്ന്. എല്ലാറ്റിനും ഓമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുകളെ ഒഴിവാക്കാനും പറയാം, ഓ എന്നെ ഒഴിവാക്കണേ ഓ. നമുക്ക് എളുപ്പം സാധിക്കാറുണ്ട്. ഹരിയമാണ് നമ്മൾ പറയാം, ഞങ്ങളുടെ ഇതില്ല ഹരിയം ഹരിയം എന്ന് പറഞ്ഞാൽ ശരി, ഇനിയൊന്നും വേണ്ട എന്ന് പറയാം. അപ്പം ഓം എന്നുള്ള പ്രണവം ഭഗവാൻ നിർദ്ദേശിക്കുന്നു നമ്മുടെ കർമ്മങ്ങളിലൊക്കെ. ഈ സിനിമയിലൊക്കെ പറയും, പഴയ സിനിമയിലൊക്കെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള മലയാള സിനിമകൾ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഭരതൻ, പത്മരാജൻ. ഒരു ഭരതൻ ടച്ച് എന്ന് പറയും, പത്മരാജൻ ടച്ച്, ഒരു പ്രണവം ടച്ച്, ഒരു ഓം ടച്ച്. ഏതില്? നമ്മുടെ എല്ലാ എടുക്കലിലും കൊടുക്കലിലും എല്ലാം. ഭഗവാൻ പറയുന്നത് അതാ, ഒരു പ്രണവം ടച്ചോട് കൂടിയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നവർ അത്. അപ്പം ജ്ഞാനികൾ അങ്ങനെ ചെയ്യുന്നു, അവരങ്ങനെയാണ് കൊടുക്കാറ്. എല്ലാ ദാനങ്ങളും ഒക്കെ അവരങ്ങനെ ചെയ്യുന്നു. അപ്പൊ നമുക്കും ഭഗവാൻ പറയണു, ഇതിനിപ്പോ എന്താ നഷ്ടമുണ്ടോ? ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും അതുപോലെ നമ്മൾ മേടിക്കുന്ന സമയത്തും എല്ലാം ഈ പ്രണവം ഉണ്ടായിരിക്കട്ടെ. തുടർന്ന് തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപഃ ക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തെ മോക്ഷകാംക്ഷിഭിഃ. തത് ഇതി അനഭിസന്ധായ ഫലം യജ്ഞതപഃ ക്രിയാഃ ദാനക്രിയാഃ ച വിവിധാഃ ക്രിയന്തെ മോക്ഷകാംക്ഷിഭിഃ. മോക്ഷകാംക്ഷിഭിഃ വിവിധാഃ യജ്ഞതപക്രിയാഃ ദാനക്രിയാഃ ച ഫലം അനഭിസന്ധായ. പറയുന്നു, മോക്ഷകാംക്ഷിഭിഃ, മോക്ഷേച്ഛുക്കൾ, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന. മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ഒരു ജയിലിലെ കുറ്റവാളി, അയാൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തൽക്കാലം ജയിലിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നമുക്ക് ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്? സാധാരണ വേദാന്തത്തിൽ പറയും, ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അല്ലെ? ശരീര മനോ ബുദ്ധി ഉപാധികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം തന്നാൽ മേടിക്കുമോ? ഇതൊക്കെ നമുക്ക് ശരിക്കും നല്ല ഉറപ്പാവണേ. ഈ ശരീര മനോബുദ്ധി ഉപാധികളിൽ ഞാനെന്ന ബോധം വെടിയൽ തന്നെയല്ലേ സ്വാതന്ത്ര്യം? അതെ, സംശയമില്ല. പക്ഷെ അത് വെടിയുന്നതോടുകൂടി നമ്മൾ മരിച്ചു പോകുന്ന ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് മരണത്തിന് തൊട്ടു മുൻപ് വേണ്ടതാണ് സ്വാതന്ത്ര്യം, മോക്ഷം എന്നൊരു ധാരണയുണ്ട്. അത് നന്നായിട്ട് മാറേണ്ടതാണ്. ആ കഥ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ, രാജാവിന്റെ കഥ. എന്റെ ശാന്തി, എന്റെ നിധി ഇരിക്കുന്നത് എന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് ഓർമ്മ വേണം. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും നമ്മൾ പഴയതിലേക്ക് പോകാൻ പാടില്ല. ഞാൻ ഇതുമായിട്ട് ആ എന്താ പറയാ, മൃത്യുഞ്ജയ മഹാമന്ത്രമൊക്കെ പറഞ്ഞുവല്ലോ,
ആ ബന്ധനം വിടുന്ന ഒരു രൂപം പറഞ്ഞില്ലേ? അമൃതത്വത്തിൽ നിന്ന് വിടാതിരിക്കണം എന്ന് പറഞ്ഞില്ലേ? മൃത്യുവിൽ നിന്ന് വിടണം, എന്നാൽ അമൃതിൽ നിന്ന് വിടരുത്. അപ്പൊ മോക്ഷകാംക്ഷിഭിഹി, മോക്ഷേച്ഛുക്കളാൽ എന്ന് പറഞ്ഞാൽ അവര് ആ സത്യവുമായിട്ട് സദാ സഹവർത്തിത്വത്തിലാണ് എന്ന് പറയാം, നിരന്തരം. അവര് വിവിധാഹ, പല പ്രകാരത്തിലുള്ള യജ്ഞ തപക്രിയാഹ ദാനക്രിയാഹ. അവര് യജ്ഞം, തപസ്, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, ദാനക്രിയകൾ, കർമ്മങ്ങളൊക്കെ ഫലം അനഭിസന്ധായ, പ്രയോജനത്തെ ഉദ്ദേശിക്കാതെ അവരെന്ത് ചെയ്യുന്നു? തത് ഇതി. അപ്പൊ അവരെങ്ങനെയാ ഉച്ചരിക്കുന്നത്? തത് ഇതി, തത് എന്ന് പറഞ്ഞുകൊണ്ട് തത് ഇതി ഉദാഹൃത്യ ക്രിയന്തേ, അങ്ങനെയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് തത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പൊ അവിടെ എന്താണ്? ഒരു ഫലവും ഉദ്ദേശിക്കുന്നില്ല. ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലുമ്പോൾ എല്ലാറ്റിനെയും അത് പവിത്രമാക്കുന്നു, പറയാം, ശുദ്ധമാക്കും. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലും എല്ലാം എന്താ ശുദ്ധമാക്കിക്കൊള്ളും. അത് അഗ്നിയാണ്. അപ്പൊ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവർ ചെയ്യുന്നു. അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പ്രത്യേകിച്ച് അവർക്ക് താല്പര്യങ്ങൾ, പ്രയോജനത്തെ ഉദ്ദേശിക്കാതെ അവർ ചെയ്യുമ്പോൾ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്നു. തുടർന്ന് സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥയുജ്യതേ. സദ്ഭാവേ സാധുഭാവേ ച സതി ഇതി ഏതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദ ഹേ പാർത്ഥ യുജ്യതേ. ഭഗവാൻ സത്ശബ്ദത്തെ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അല്ലയോ അർജുന, പാർത്ഥ, സദ്ഭാവേ, സദ്ഭാവത്തിലും, സദ്ഭാവം എന്ന് പറഞ്ഞാൽ വാസ്തവം എന്ന ഭാവത്തില്, വസ്തുബോധ തലത്തില്, സാധുഭാവേ, സാധുഭാവത്തിലും, നല്ലതെന്ന അർത്ഥത്തിലും, സാധുഭാവേച്ച അതിലും, സത് ഇതി ഏതത് പ്രയുജ്യതേ, സത് എന്ന ഈ ബ്രഹ്മവാചകത്തെ പ്രയുജ്യതയെ പ്രയോഗിക്കപ്പെടുന്നു. ഇതൊക്കെ വൈദിക രീതിയാണ്. ജ്ഞാനേച്ഛുക്കളായിട്ടുള്ള ആളുകൾ അവര് കർമ്മരംഗത്ത് അവരൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് അതിനെ പവിത്രീകരിക്കാൻ അവർ ഈ ബ്രഹ്മസംബന്ധിയായ ഈ 3 വാചകങ്ങളെയും അവർ വിവിധ തരത്തിൽ അവർ പ്രയോഗിക്കാറുണ്ട്. അതിനെ ഭഗവാൻ പറയാം. നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ദാനധർമാദികളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അതിനെയാണ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ കൊടുക്കുന്നതിൽ നമുക്ക് ചില താല്പര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞുവല്ലോ. ആ താല്പര്യങ്ങളെ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ രീതിയെ പറഞ്ഞു തന്നിരിക്കുന്നു. ആ സമയത്ത് ആ പ്രണവത്തെയോ അല്ലെങ്കിൽ തത് ശബ്ദത്തെയോ സത് ശബ്ദത്തെയോ പ്രയോഗിക്കുന്ന സമയത്ത് ഈ വിശ്വത്തിൽ നിന്ന് എടുത്തത് ഞാൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ കൊടുക്കാൻ ഒരു നിമിത്തമായി ഭവിക്കുന്നു. ഈ ഒരു ഭാവന അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അറിയാതെ. അല്ലെങ്കിൽ നമ്മിൽ അഹങ്കാരം വർദ്ധിക്കും. അത് കൊടുക്കുന്നവനും കിട്ടുന്നവനും അതിന്റെ ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് സത് ഇതി ഏതത് പ്രയുജ്യതേ, സത് ശബ്ദത്തോടുകൂടി ഈ ബ്രഹ്മവാചകത്തെ അവർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു. തഥാ അപ്രകാരം പ്രശസ്തേ കർമ്മണി, പ്രശസ്തമായിട്ടുള്ള കർമ്മത്തിലും സത് ശബ്ദ യുജ്യതേ, സത് ശബ്ദത്തെ ഉപയോഗിക്കുന്നു. ഈ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്തോളാനാ പറയുന്നത്. ഇതുവരെയുള്ള യുദ്ധം ഈ ശബ്ദം ഉപയോഗിച്ചിട്ട് ചെയ്തതായിരിക്കുമോ? അല്ല എന്ന് പറയാം. ഇവിടെ ഭഗവാന് നമ്മളോട് നിർദ്ദേശിക്കാനുള്ളത് നമ്മുടെ എടുക്കലിലും കൊടുക്കലിലും ഒക്കെ ഓം തത് സത് ഇതി നിർദ്ദേശം ഉണ്ടായിരിക്കട്ടെ. അതിലേതെങ്കിലും ഒന്ന്. ചിലപ്പോൾ ഈ തത് സത് എന്നൊക്കെ പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, സൗകര്യമാണെങ്കിലും നിങ്ങൾ അത് ചെയ്തോളൂ. തത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക, സത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. സത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സത് എന്ന് പറഞ്ഞാൽ ഉണ്മ, ഉള്ളത് എന്നാണ്. തത് എന്ന് പറഞ്ഞാൽ അത്. ഓം എന്ന് പറഞ്ഞാലും പറഞ്ഞു, മാറിപ്പോകരുത് എന്ന് പറയാം. ശരി.
യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സത് ഇതി ച ഉച്യതേ കർമ്മ ച ഏവ തദർത്ഥീയം സത് ഇതി ഏവ അഭിധീയതേ. പറയുന്നു യജ്ഞേച്ച തപസി ദാനേച്ച. യജ്ഞേച്ച യജ്ഞത്തിലും എന്തൊക്കെ വിധത്തിലുള്ള യജ്ഞങ്ങളുണ്ടോ അതിലൊക്കെ, തപസ്സിലും, ദാനേച്ച ദാനത്തിലും, സ്ഥിതി അതിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ നിഷ്ഠ, സ്ഥിതി സത് ഇതി ഉച്യതേ സത് എന്നാകുന്നു. അപ്പം ഓം തത്സദിതി എന്ന് പറഞ്ഞുകൊണ്ടും കൊടുക്കാം. അപ്പൊ എല്ലാമായി. അതിന്റെ നിഷ്ഠ എന്താണത്രേ? സ്ഥിതി സത് എന്നതാകുന്നു. തദർത്ഥീയം അവയെ സംബന്ധിച്ച ആ യജ്ഞദാന തപസ്സുകളെ സംബന്ധിച്ച കർമ്മവും സത് ഇതി ഏവ അഭിധീയതേ സത് എന്നു തന്നെ പറയപ്പെടുന്നു. സത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, മൂന്ന് കാലത്തും നിലനിൽക്കുന്നത്. സത് കിം എന്ന ചോദ്യത്തിന് ഗുരു കൊടുക്കുന്ന ഉത്തരം കാലത്രയേതി തിഷ്ഠതി യത് തത് സത്, മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ കൊടുക്കുന്ന പദാർത്ഥം, വസ്തു എന്തോ ആകട്ടെ, അതല്ല. എന്താണത്? മൂന്ന് കാലത്തും നിലനിൽക്കുന്ന ഒന്നിനെയാണ് ഞാനിതാ അതിന്റെ പ്രതീകമായിട്ട് ഞാൻ കൊടുക്കുന്നത് എന്ന് പറയും. അപ്പൊ ഇവിടെ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജ്ഞാനി ഇങ്ങനെ കൊടുക്കുന്നത്. ജ്ഞാനി കൊടുക്കുമ്പോൾ ഇങ്ങനെയാ കൊടുക്കുക. അജ്ഞാനി കൊടുക്കുമ്പോഴാണ് ഞാൻ ഇത്ര കൊടുത്തു, ഇന്നത് കൊടുത്തു. അപ്പൊ നമുക്കൊക്കെ ഒരു കടയിൽ കൊടുക്കുന്ന സമയത്ത് സ്വാമി ഇതൊന്നും മോശമാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ ഒന്നും പറയാൻ വേണ്ടി പറയുന്നതല്ല. നമ്മളെ അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ ആരാണോ എന്നറിയാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി മാത്രം പറയുന്നു എന്ന് കരുതിയാൽ മതി കേട്ടോ. അതെ, എന്തെങ്കിലുമൊക്കെ കടയിലൊക്കെ പോയിട്ടേ മേടിക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ കരയോഗത്തിൽ വന്ന് ഇവിടെ ഇറങ്ങി, അപ്പോ ഓട്ടോറിക്ഷയ്ക്ക് കാശ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 100 രൂപയുടെ നോട്ടാണുള്ളത്. അപ്പൊ 100 രൂപയുടെ നല്ല പുത്തൻ നോട്ടുണ്ട്, ഒരു 4-5 എണ്ണം, ഒരു 2 എണ്ണം പഴയതുണ്ട്. ആദ്യം കൊടുക്കുക ഏതാ? അത് തന്നെ. പുതിയത് കൊടുക്കാൻ ഒരു അപ്പൊ അങ്ങനെ പോവേണ്ട ഇല്ലേ? നമ്മളിൽ എപ്പോഴും ആ ഇതുണ്ട്. അപ്പൊ കിട്ടുന്ന അങ്ങോട്ട് എടുത്ത് ഒരു ഇതും ഇല്ലാതെ അങ്ങനെ തുടങ്ങട്ടെ, അങ്ങനെ തുടങ്ങാം. ചിലരങ്ങനെയാണ്, നോട്ടിങ്ങനെ 2 എണ്ണം പറ്റിപ്പിടിച്ചിട്ടുണ്ടോന്ന് ഇങ്ങനെ വല്ലാത്തൊരു നോട്ടാണ്. അതിനായിട്ട് പ്രയോഗിക്കും. ഓ, ചിലരൊക്കെ കാശെണ്ണുന്നത് കാണും അല്ലേ? എന്നിട്ട് നോക്കി തട്ടി നോക്കി എന്നിട്ടേ കൊടുക്കും. അതുകൊണ്ട് അറിയാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൊടുക്കലിന്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ ന്യായമായി കൊടുക്കേണ്ടതാണ് കാശ്. അത് തന്നെ നമ്മുടെ നല്ല. എന്നിട്ട് അയാളാണ് ഇങ്ങനെ നോക്കും ഇല്ലേ, ഏതാ തരാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. ഇനിയിപ്പോ പുതിയത് തന്നെ വിനിമയം ചെയ്യണം എന്നല്ല, ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ചോയ്സ് വരുന്ന സമയത്ത് എന്നിലൊരു ചെറിയൊരു സംശയം ഉണ്ടാവുന്നില്ലേ എന്നാ പഴയത് കൊടുക്കാം, പുതിയത് ഇരിക്കട്ടെ എന്നുള്ളത്. എന്നിട്ട് അത് ഉടനെ കൊടുക്കാൻ പോവുക വേറൊരിടത്ത്. അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കുന്നത് പുതിയതായിരിക്കണം, ആദ്യം തീർക്കുന്നത്. അവസാനമാണ് പഴയത് ഇങ്ങനെ കയ്യിലിരിക്കേണ്ടത്. പക്ഷെ ഇത് നേരെ വിപരീതമായിട്ടാണ്. ആദ്യം പഴയതൊക്കെ പോയി പിന്നെ പുതിയതിങ്ങനെ എടുക്കാനൊരു മടിയാ ഇല്ലേ? അതുകൊണ്ട് ഈ സാലറിയിൽ പുതിയത് കിട്ടിയാൽ നമ്മളിങ്ങനെ കുറേശ്ശെ എടുത്തു വയ്ക്കും. ഇതൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി ഉള്ളതാ, മറ്റുള്ളവരെ നോക്കാനല്ല, എനിക്ക് എന്നെ അറിയാൻ. ഇങ്ങനെ തുടങ്ങി. ഇതൊക്കെ മനസ്സിന്റെ സൂക്ഷ്മ തലങ്ങൾ സ്വാമി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഇരിക്കും കൊടുക്കുന്നതിലും എല്ലാം. എന്നാൽ ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഏറ്റവും നല്ലതൊക്കെ കൊടുക്കും. ഇപ്പൊ സ്വാമിക്കൊക്കെ തരുമ്പോൾ നല്ലത് തരും എന്ന് വിചാരിക്കണം അല്ലേ? സ്വാമിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല സത് ഇതി ഏവ അഭിധീയതേ. അതിനെ ആ കർമ്മങ്ങളെല്ലാം
സദായിട്ട് കരുതുന്നു എന്ന് പറയും. തുടർന്ന് അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യത്തെ പാർത്ഥ ന ച തത്പ്രേത്യ നോ ഇഹ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ സപ്തദശോऽധ്യായഃ. അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസത് ഇതി ഉച്യത്തെ ഹേ പാർത്ഥ നച തത് പ്രേത്യ ന ഇഹ. അല്ലയോ അർജുന, ഹേ പാർത്ഥ, അശ്രദ്ധയാ ശ്രദ്ധയില്ലാതെ, ശ്രദ്ധയോട് കൂടാതെ, ഹുതം ഹോമിക്കുന്നത്, ശ്രദ്ധയില്ലാതെ ഹോമിക്കുന്നത്. ഹോമായിരിക്കാം, പക്ഷെ ശ്രദ്ധയുണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ശ്രദ്ധ? എങ്ങനെയാ? എന്താ ഇപ്പൊ പറയുന്നത്? മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഹോമം ചെയ്യുന്നു. അത് ഹോതാവ് നമ്മളായിരിക്കണം എന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് ഈ കർമ്മം ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് അവരാണത് ചെയ്യുന്നത്. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എന്തിനായിട്ടാണ് ചെയ്യുന്നത്? അപ്പൊ അവിടെ ആ ആള് യജമാനനാണ്. അവിടെ യജമാനനും യജമാന പത്നിയും ഒക്കെ ശരിയായിട്ടുള്ള നമ്മുടെ ഭാവ, അവരും വീട്ടിലുള്ളവരും ഒക്കെ അവിടെ സന്നിഹിതരായിരിക്കണം. ഇയാൾ കിടന്നുറങ്ങിയിട്ട് അയാൾ വന്ന് എഴുന്നേറ്റ് ചെയ്തു പോയിക്കോട്ടെ എന്നല്ല. അദ്ദേഹത്തിന് കുറച്ച് ശ്രദ്ധ കുറഞ്ഞാലും നിങ്ങൾ അവിടെ ശ്രദ്ധയോട് കൂടിയിട്ടുണ്ടാവണം. ആരുണ്ടാവണം? നമ്മളുണ്ടാവണം. നമ്മുടെ വീട്ടിലുള്ളവര് ശ്രദ്ധയോടുകൂടി അവിടെ ഉണ്ടായിരിക്കണം. ഇത് മിക്ക സ്ഥലങ്ങളിലും അതല്ല നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞോ? പോയോ? എവിടെ? അത് നാളികേരും എല്ലാം കൂടെ വരണ്ടി ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ആ പ്രസാദം കഴിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ വിദ്വാൻ എത്തും. അല്ല, ആദ്യം ആ പ്രസാദം തൊടും. ഇതെന്താ തീർച്ചയായും കരിയാണല്ലോ, മതി, കുറച്ച് മതി, അത് തന്നെ തൊടുന്നത് നോക്കിയൊക്കെ കുറച്ച് പേരിനൊന്ന് തൊട്ടു, ബാക്കിയെല്ലാം ശാപ്പിടുന്ന കാര്യം എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ അവിടെ ശ്രദ്ധയോടുകൂടി ഉണ്ടായിരിക്കണം. വരുന്ന ആള് ചെയ്യുന്നതിലുള്ളതിനേക്കാൾ ഉപരി ആർക്ക് വേണ്ടി ചെയ്യുന്നു? എല്ലാവരും തന്നെ. അപ്പൊ മേലിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് തിരുമേനിയെ കൊണ്ടുവന്ന് ഗണപതി ഹോമം ഇത്യാദി ഹോമങ്ങളൊക്കെ ചെയ്യുമല്ലോ ആ സമയത്ത്. അതുപോലെ ക്ഷേത്രത്തിൽ നടയടച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അവിടെ. ആ നമ്മളിങ്ങനെ വർത്തമാനവും ബഹളവും അതും ഇതാ നമ്മുടേതായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒരു വഴിപാട് എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോ കൊടുത്തിരിക്കുക. പക്ഷെ നമ്മുടെ വിചാരം എന്താണെന്നറിയോ? ഇത് അങ്ങോട്ട് ഇത് ദൈവമായിട്ടൊരു ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. എനിക്കിതിൽ ബന്ധമൊന്നുമില്ല. നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അശ്രദ്ധയാ ഹുതം, അശ്രദ്ധയോടുകൂടി ഹോമിക്കപ്പെടുന്ന, അതുപോലെ ദത്തം കൊടുക്കുന്നത്, തപസ് യത് കൃതം യാതൊരു കർമ്മമുണ്ടോ തത് അസത് ഇതി ഉച്യതേ, അതിനെ അസത് എന്ന് പറയുന്നു. അത് സത്തല്ല, അത് അസത്താണ്. പ്രേത്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട് എന്നാ, ജീവൻ പോയിട്ട് എന്നൊക്കെയാണ് പ്രേത്യ, പരലോകത്തിൽ എന്നൊക്കെയാണ് പ്രേത്യ. സുഖായ ന, അത് സുഖത്തിന് കാരണമായിട്ട് ഭവിക്കില്ല എന്ന് പറയും. ഇഹ ച നഹ, ഇവിടെയും നോ, ഇവിടെയും അത് സുഖത്തിന് കാരണമല്ല. ആ കർമ്മം ചെയ്യുന്ന സമയത്തും അത് സുഖത്തിന് കാരണമല്ല. കാരണം അവനെ സംബന്ധിച്ച് ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നില്ല. ഒരു ഹോമം നടക്കുമ്പോൾ അവിടെ ഒന്ന് അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ വേറെ എന്തെങ്കിലും ആ ചിന്ത. ഇനി അതിന്റെ ഫലം കിട്ടുമെന്ന് വെച്ചാൽ അതും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് സംശയം മാത്രം ബാക്കി. പിന്നെ ഈ ഹോമം ചെയ്യുന്ന ആളെ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാ വേറെ വലിയൊരാളുണ്ട്, അയാളെ കൊണ്ടുവരാന്ന് പറയും. ആരെ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ശ്രദ്ധയില്ലെങ്കിലോ അതില് കാര്യമില്ല. ഇങ്ങനെ ഭഗവാൻ ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന 17ാമത്തെ അധ്യായത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു.